വലുപ്പം നോക്കട്ടെ. അപ്പോൾ ഗൈസ്, ഇന്ന് ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പിലൊരു പോഡ്കാസ്റ്റ് സെഷനുമായിട്ട് എത്തിയിരിക്കുകയാണ്. കാറുകളുടെയോ എൻജിനുകളുടെയോ ഒരു മെഷീൻസിൻ്റെയും അകമ്പടി ഇല്ലാതെ ഇന്ന് ഞങ്ങൾ രണ്ട് പച്ച മനുഷ്യരായി ഇവിടെ ഈ എൻ്റെ വർക്ക്ഷോപ്പിൻ്റെ പുറകിലുള്ള ഒരു പറമ്പിൽ വന്നിരിക്കുകയാണ്. ഞങ്ങളുടെ ചാനലിൻ്റെ ഇതുവരെയുള്ള കാര്യങ്ങളെപ്പറ്റിയും ഇനി ഞങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെപ്പറ്റിയും ഒക്കെ ഞങ്ങൾ തമ്മിലുള്ളൊരു ഡിസ്കഷൻ തന്നെയാണിത്. അപ്പോൾ നിങ്ങളും ഇതിൽ ഒരു പാർട്ടാവണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അബ്ബാസിനോട് ചോദിക്കാനായിട്ട് കുറച്ച് ചോദ്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അബ്ബാസിനും ചിലപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കാനായിട്ട് ചോദ്യങ്ങൾ കാണുമായിരിക്കും, എനിക്ക് അറിഞ്ഞൂടാ. ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ ഈ പോഡ്കാസ്റ്റ്. അപ്പം ആദ്യം തന്നെ പറഞ്ഞോട്ടെ, ഇതൊരു ലോങ് ഫോർമാറ്റ് വീഡിയോ ആണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ 10 മിനിറ്റിൽ തീരുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഈ ചാനൽ തുടങ്ങിയതിനെ പറ്റിയും ഈ ചാനൽ എന്തിനു വേണ്ടി തുടങ്ങിയെന്നുള്ളതിനെ പറ്റിയും എന്താണ് ഞങ്ങളെ ഇതിലേക്ക് നയിച്ചതെന്നും ഒക്കെയാണ് ഞങ്ങൾക്ക് പറയാനിപ്പോൾ ഇതിനകത്തൂടെ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ചിലപ്പം ഇത് കണ്ടിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു സാധാരണ മനുഷ്യന് ചിലപ്പോൾ ഇതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പഠിക്കാനോ അല്ലെങ്കിൽ മനസ്സിലാക്കാനോ കാണുമായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അതാണ് ഞങ്ങളുടെ ഇന്നത്തെ ഈ സെഷൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. അബ്ബാസിന് എന്താണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്? അതെ, ലൈക്ക് എനിക്ക് തോന്നുന്നത് ബാക്ക് ടു റൂട്ട്സ്. കുറേ നാളായിട്ട് എന്താണ് നമ്മളൊരു ഭയങ്കര ആർട്ടിഫിഷ്യലായതുപോലെ തോന്നില്ലേ? ആർട്ടിഫിഷ്യലായിപ്പോയി. നമ്മൾ ആക്ച്വലി ഈ ചാനലിൻ്റെ കൺസ്ട്രെയിൻസ് ഇല്ലായിരുന്ന സമയത്തുണ്ടായിരുന്ന ഫ്രീഡം ചാനൽ തുടങ്ങിയ ശേഷം നമുക്ക് കിട്ടിയിട്ടില്ല. നമ്മൾ മുന്നേ വളരെ ഫ്രീ ആയിരുന്നു, സംസാരിക്കുന്ന കാര്യങ്ങൾക്കൊരു സോൾ ഉണ്ടായിരുന്നു. പ്രോബ്ലം എനിക്ക് തോന്നുന്നു നമ്മൾ എന്താണ് ഈ ചാനൽ കൊണ്ട് ഉദ്ദേശിച്ചതെന്ന് നമുക്ക് ആദ്യം ഒന്ന് ഇവരോടും പറയാം. നമുക്ക് നമ്മൾ തന്നെ ഒന്ന് മറ്റേ ഇതിട്ട് ഉറപ്പിക്കാം, ഇതായിരുന്നു നമ്മുടെ ആഗ്രഹം എന്നുള്ളത്. എന്തായിരുന്നു അബ്ബാസ് നമ്മുടെ ഈ ചാനൽ തുടങ്ങുന്ന സമയത്ത് അബ്ബാസിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു? എൻ്റെ ഉദ്ദേശം നമ്മുടെ കോൺവെർസേഷനായിരുന്നു. കാരണം നമ്മളിപ്പോൾ കാഷ്വലി മീറ്റ് ചെയ്യുന്ന സമയത്തും പിന്നെ നമ്മൾ സമയമുണ്ടാക്കി മീറ്റ് ചെയ്യുന്ന സമയത്തും നമ്മുടെ കോൺവെർസേഷൻ വളരെ ഫണ്ണായിരുന്നു. ലൈക്ക് നമ്മളൊരു 10 മിനിറ്റ് 15 മിനിറ്റത്തേക്ക് കാണാൻ ഇറങ്ങിയിട്ട് വി യൂസ് ടു ടോക്ക് ഫോർ അവേഴ്സ് അല്ലേ. അങ്ങനെ ഒരുപാട് നമ്മൾ സംസാരിക്കുകയും പിന്നെ ഐഡിയാസ് ഷെയർ ചെയ്യുകയും കാര്യങ്ങൾ പറയുകയും എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ടായിരുന്നു. ആൻഡ് ഏതോ ഒരു പോയിന്റിൽ എനിക്ക് തോന്നി, അത് ഉണ്ടായിരുന്നു എനിക്കറിയില്ല, അത് ഇതിനെ മോണിറ്റൈസ് ചെയ്യാനോ അല്ലെങ്കിൽ ഇതിനെ 4 പേരെ കാണിക്കാൻ പറ്റുമായിരുന്നോ എന്നൊക്കെ എനിക്ക് തോന്നിയിരുന്നു. അപ്പം അങ്ങനെയാണ് യൂട്യൂബ് ചാനൽ എന്ന് പറയുന്ന ഐഡിയ തുടങ്ങിയത്. അപ്പോൾ ആ സമയത്ത് ഞാൻ കണ്ടുകൊണ്ടിരുന്ന 1-2 മറ്റ് ചാനലുകളും എല്ലാം എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് ഒരു കാഷ്വൽ കോൺവെർസേഷൻ ഇത്ര ഫണ്ണാണെന്നും അത് കണ്ടുകൊണ്ടിരിക്കാൻ ഒരാൾക്ക് പറ്റുമെന്നുള്ളതും എനിക്ക് ഫണ്ണായിട്ട് തോന്നി. അങ്ങനെയാണ് തുടങ്ങിയത്. അപ്പം ഞാൻ ആ സമയത്ത് നമ്മൾ പറഞ്ഞതും അങ്ങനെ തന്നെയായിരുന്നു. അതായത് നമ്മുടെ കോൺവെർസേഷൻ നമുക്ക് 2-3 പേരെ കാണിക്കാം എന്നായിരുന്നു. പക്ഷേ നമ്മൾ ആ രീതിക്ക് നമ്മൾ കോൺവെർസേഷൻ അങ്ങനെ ഒരു ഫ്രെയിമിനകത്ത്, യൂട്യൂബ് എന്നൊരു ഫ്രെയിമിനകത്ത് നമ്മൾ ചെയ്തു തുടങ്ങിയപ്പോൾ കോൺവെർസേഷൻ്റെ സോള് തന്നെ ഇല്ലാണ്ടായി. ആൻഡ് എവിടെ വെച്ചാണ് നമുക്ക് ആ തെറ്റ് പറ്റിയെന്ന് നമ്മൾ മനസ്സിലാക്കി തുടങ്ങിയത്? ആദ്യത്തെ വീഡിയോസൊക്കെ കുറച്ച് ഫണ്ണായിരുന്നു അല്ലേ, നമ്മൾ ചെയ്യാൻ ഫണ്ണായിരുന്നു. പക്ഷെ അതും ഈ പറഞ്ഞ പോലെ നമ്മൾ ആ ഔട്ടെടുത്ത് നമ്മൾ യൂട്യൂബിൽ ഇട്ട് കഴിയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സാധനം ആയിരിക്കത്തില്ല ചിലപ്പോൾ പുറത്ത് വരുന്നത്. പലപ്പോഴും എനിക്ക് അതായത് ഇതിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് 2 കാര്യമുണ്ട്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചാനൽ എന്തെന്ന് ഞാൻ മനസ്സിലാക്കുന്നതാവണമെന്നില്ല അബ്ബാസ് ഈ ചാനൽ എന്തെന്ന് മനസ്സിലാക്കുന്നത്. മാത്രമല്ല ഇത് നമ്മൾ 2 പേരും വിചാരിക്കുന്നത് തന്നെ ആവണമെന്നില്ല പുറത്തോട്ട് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്കും അബ്ബാസിനും തോന്നിയത് ഒരു മെയിൻ കാര്യം എനിക്ക് തോന്നുന്നു, അതായത് നമ്മൾ ഇത് ചെയ്യുമ്പോൾ, അതായത് നമ്മൾ വീഡിയോസ് എടുക്കുമ്പം പോലും നമുക്കൊരു ഫണ്ണില്ലാതാവാൻ തുടങ്ങി പിന്നീട്. എന്നാൽ അപ്പം ഞാൻ കുറച്ച് ചോദ്യങ്ങൾ അബ്ബാസിന് വേണ്ടി വെച്ചിട്ടുണ്ട്. അത് ആൻസർ ചെയ്യാൻ ഒരുക്കമുണ്ടോ? ഓക്കെ. കാരണം എനിക്ക് തോന്നുന്നു ആ ചോദ്യങ്ങൾക്ക് ആൻസർ തന്നാൽ തന്നെ നമുക്കൊരു സ്ട്രക്ചർ കിട്ടുമായിരിക്കും. അപ്പോൾ ഇത് ശരിക്കും ഒരു വീഡിയോ, ഇത് മറ്റേ ഇതാണല്ലേ, ഇന്റർവെൻഷൻ ആണല്ലേ? ഇന്റർവെൻഷൻ എന്ന് പറഞ്ഞാൽ
അതായത് ഇപ്പം ഭയങ്കര കള്ളുകൂടിനായിട്ടുള്ള ഒരാൾ, അപ്പോൾ എല്ലാവരും ഫാമിലി ഫ്രണ്ട്സ് എല്ലാം കൂടെ കൂടിയിട്ട് പറയാണ് ഓക്കെ ലൈക്ക് പുള്ളിക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണ് നീ കള്ളുകൂടിയനാണ്, നീ ഇങ്ങോട്ട് വന്നതാണോ? അല്ലല്ല, ഇല്ല, ഇത് അങ്ങനെ ഉദ്ദേശിച്ചല്ല. ഞാൻ ബേസിക്കലി ഈ എൻ്റെ തോട്ട് പ്രോസസ്സുകൾ പൊതുവെ ക്യാരിഡ് അവേ ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിനെ ആശ്രയിക്കുന്നത്. അത്രേ ഉള്ളൂ. ഒറിജിനൽ വിഷൻ ആൻഡ് ഹൗ ഇറ്റ് ചേഞ്ച്ഡ്. അതായത് എന്തായിരുന്നു ഞാൻ നേരത്തെ ചോദിച്ച പോലെ അബ്ബാസിൻ്റെ ഒറിജിനൽ വിഷൻ, അതായത് ഈ ചാനൽ എന്താകുമെന്നായിരുന്നു, അതായത് എന്താകണമെന്നാണ് അബ്ബാസ് ആഗ്രഹിച്ചത്. അതായത് ഇപ്പോൾ എന്ത് തരം ചാനലായി ഇത് മാറും, അല്ലെങ്കിൽ എന്തായിരിക്കും ഇതിൻ്റെ ഫോളോയിങ്, ഇത് ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് എന്താണ് അബ്ബാസ് കൊടുക്കാനിരുന്നത്, ആൻഡ് അത് വീഡിയോകൾ എടുത്ത് തുടങ്ങിയപ്പോൾ അത് മാറിയോ? അത് ഇത് തന്നെ, അതായത് ലോങ് ഫോർമാറ്റ് വീഡിയോ ആയിരുന്നു ആദ്യത്തെ ഉദ്ദേശം. അതായത് ഒരു കോൺവെർസേഷൻ നമ്മൾ തമ്മിൽ ചെയ്യുമ്പോൾ പോലും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ 10-15 മിനിറ്റത്തേക്ക് മീറ്റ് ചെയ്യാൻ വന്നിട്ട് നമ്മൾ പിരിയുമ്പോൾ 4-5 മണിക്കൂറും കഴിയാറുണ്ട്. സോ നമ്മുടെ കോൺവെർസേഷൻ ഒരിക്കലും ഷോർട്ടല്ല. അപ്പോൾ ഒരു ലോങ് ഫോർമാറ്റ്, ഒരു കാഷ്വൽ ടോക്ക് ബിറ്റ്വീൻ അസ്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആൻഡ് നമ്മൾ രണ്ടുപേരുടെയും തോട്ട് പ്രോസസ്സുകളും പിന്നെ പല കാര്യങ്ങളിലെ ടെക്നിക്കാലിറ്റികളും പലപ്പോഴും സെയിമാണ്. ഞാൻ കുറേ കൂടെ തിയറിറ്റിക്കൽ പേഴ്സണും ഗോപി എഞ്ചിനീയറുമാണ്. ലൈക്ക് സോ ഗോപിയുടെ പല കാര്യത്തിലുള്ള ഔട്ട്ലുക്ക് കുറേ കൂടെ പ്രാക്ടിക്കലായിരിക്കും. ഇതെങ്ങനെ ചെയ്യാം എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഗോപി ചെയ്യുന്നത്, ഞാൻ കുറേ കൂടെ തിയറിറ്റിക്കലാണ്. അപ്പം ലൈക്ക് ഒരു അറ്റ് എ പോയിന്റ് ഇൻ ബോത്ത് അവർ ലൈഫ്സ് we met and there was a spark, like our conversations were really good and അങ്ങനെ ഒരു പോയിന്റിലാണ് ഈ ചാനൽ ചെയ്ത് തുടങ്ങാമെന്ന് എനിക്ക് തോന്നിയത്. ആൻഡ് തുടങ്ങിയപ്പോൾ തന്നെ there were so many backlashes. ലൈക്ക് നമ്മൾ ഉദ്ദേശിച്ച ആ ലോങ് ഫോർമാറ്റ് വീഡിയോ അത് തന്നെ ലൈക്ക് ഫസ്റ്റ് വീഡിയോ 3/4 മണിക്കൂറാണ് നമ്മൾ ചെയ്തത്. ആൻഡ് വി വെർ സോ ഹാപ്പി അബൌട്ട് ദ വീഡിയോ. പക്ഷേ വെൻ വി പുട്ട് ദാറ്റ് ഇൻ യൂട്യൂബ്, ആൾക്കാരുടെ ഒരു കമൻസും നമ്മുടെ ഫ്രണ്ട്സ് ഫാമിലി നമുക്ക് തൊട്ടറിയാവുന്ന ആൾക്കാർ തന്നെ ഇത്രയും വലിയ വീഡിയോസ് എൻ്റെ പട്ടിക്കുഞ്ഞു പോലും കാണില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ലൈക്ക് വി വെർ സോ ടേക്കൺ അബാക്ക് അല്ലേ? ഐ വാസ് കൈൻഡ് ഓഫ് എക്സ്പെക്ടിങ് ദാറ്റ്. എന്ന് വെച്ചാൽ അത് ഉറപ്പായും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് മനസ്സിലാത്ത എന്താണെന്നറിയോ, എനിക്ക് എന്നോട് തന്നെ പുച്ഛം എന്തിനാണെന്നറിയോ, ഇവരിത് പറയുമെന്ന് എനിക്കറിയായിരുന്നു. പക്ഷേ ഇൻസ്പൈറ്റ് ഓഫ് ദാറ്റ് ഞാനത് വീണ്ടും ഇടുമെന്നായിരുന്നു എൻ്റെ മനസ്സിലെ ഞാൻ. അപ്പം ഞാൻ അത് ചെയ്തില്ല. എനിക്ക് അതിലാണ് സങ്കടം. എനിക്ക് ഐ ആം ദാറ്റ് കൈൻഡ് ഓഫ് പേഴ്സൺ ആണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ മീൻ അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും ഞാൻ ചെയ്യേണ്ട ആവശ്യമില്ല, ആരെങ്കിലും പറഞ്ഞിട്ട് കേൾക്കാൻ ഉണ്ടായിരുന്നതാണെങ്കിൽ. അപ്പം പറഞ്ഞാൽ കേൾക്കായ്മ എൻ്റെ ഒരു രീതിയാണ്. അപ്പം എനിക്കൊന്ന് എന്നിട്ട് പോലും ഞാൻ എന്തിന് അത് എനിക്ക് ശരിയെന്ന് തോന്നിയൊരു കാര്യം ഞാൻ സ്റ്റോപ്പ് ചെയ്യുമെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അത് എനിക്ക് തോന്നുന്നു നമ്മൾ ഈ യൂട്യൂബിൻ്റെ ഒരു അഡിക്ഷൻ ഉണ്ടല്ലോ, വി വാണ്ടഡ് ടു അതാണ് ഡു വാട്ട് യു ടു വാണ്ടഡ് അസ് ടു ഡു. അതാണ് യൂട്യൂബിൻ്റെ വിജയവും. എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ വേണമെങ്കിലും വേണ്ടെങ്കിലും ആ ഗെയിം കളിക്കും. അതായത് നമ്മൾ വ്യൂസ് നമുക്ക് മാറ്റർ ചെയ്ത് തുടങ്ങും, നമുക്ക് ലൈക്സ് മാറ്റർ ചെയ്ത് തുടങ്ങും, നമുക്ക് കമൻറ്റ്സ് മാറ്റർ ചെയ്ത് തുടങ്ങും. എന്നാൽ ഇതൊക്കെ നമുക്ക് ആവശ്യമുള്ളതാണോ എന്നുള്ളതാണ്. കാരണം നമുക്ക് റീച്ച് കൂടണമെങ്കിൽ ഇന്ന സാധനങ്ങളൊക്കെ വേണം. പക്ഷേ ശരിക്കും ഈ റീച്ച് നമുക്ക് വേണോ, അതോ നമുക്ക് ഇഫക്റ്റീവായ റീച്ച് 1-2 പേരിലേക്ക് എത്തിയാൽ മതിയോ എന്നുള്ളത് നമ്മൾ ശരിക്കും ചിന്തിക്കാൻ മറന്നുപോയോ എന്നെനിക്കൊരു സംശയം. ഇതില്ല. നമ്മളത് ഒരുപാട് പ്രാവശ്യം നമ്മളെ തന്നെ സമ്മാനിപ്പിച്ചിട്ടുണ്ട്. ലൈക്ക് നമ്മുടെ വ്യൂസ് കുറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഈ 20 പേര് ചിലപ്പോൾ നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മളെ സമ്മാനിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ആക്ഷൻസ് വേർ ഡിഫറെൻറ്റ്. നമ്മൾ ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിൽ അടുത്ത് നമ്മൾ നോക്കുന്നത് എന്താ, എങ്ങനെ 10 മിനിറ്റിൻ്റെ വീഡിയോ എങ്ങനെ ഇറക്കാം. ആൻഡ് ഒരു കാര്യം അറിയോ, നമ്മളൊരു 3 മണിക്കൂർ എടുത്തൊരു വീഡിയോ ചെയ്തിട്ട് ആ വീഡിയോ നമ്മൾ മുറിച്ച് ഇട്ട ഓർമ്മ വേണ്ട, അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതായത് ഇത് ആൾക്കാരുടെ കുറ്റമല്ല, അങ്ങനെ പറയാൻ പറ്റൂല, ഒരിക്കലുമില്ല. ഒരു ആൾക്കാർക്ക് വേറെ പണിയുണ്ട്. നമ്മൾ വി ബെറ്റർ ബി ഗുഡ് ഇനഫ് ഫോർ ദം ടു ലിസൺ ടു, അത് ദാറ്റ്സ് ദെയർ. പക്ഷേ നമ്മുടെ ഉദ്ദേശം, ഞാനിപ്പോൾ നമ്മുടെ ഈ കോൺവെർസേഷൻ തന്നെ ഒരു മെയിൻ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് ഡു വി വോണ്ട് എന്നുള്ളതാണ്. അറ്റ്ലീസ്റ്റ് നമ്മൾ രണ്ടുപേരുമെങ്കിലും ഇഷ്ടപ്പെടുന്ന ഒന്നായിരിക്കണം നമ്മുടെ ചാനൽ, അത്രേ ഉള്ളൂ. അതെ. ആൻഡ് എവിടെയായത് ഈ പ്രശ്നം നമ്മൾ മനസ്സിലാക്കിയെന്നുള്ളത് അറിയാലോ. എവിടെയായിരുന്നു? നമ്മുടെ ജീപ്പിൻ്റെ നമ്മൾ പതുക്കെ ലൈക്ക് നമ്മൾ ടയേർഡായി വന്നുകൊണ്ട് തുടങ്ങുകയല്ല, നമ്മളൊരു സ്പെസിഫിക് ഫോർമാറ്റ് നമ്മൾ ഫോളോ ചെയ്ത് വന്നപ്പോൾ we were getting tired and we were losing money too, അല്ലേ? വണ്ടി പെട്രോൾ അടി and we were chasing views. And
അത് പക്ഷേ ഐ എം റിയലി ഹാപ്പി ദാറ്റ് വി സ്റ്റോപ്ഡ് ഇറ്റ്. അപ്പം തന്നെ ആ റിയലൈസേഷൻ വന്നപ്പോൾ തന്നെ നമ്മളത് സ്റ്റോപ്പ് ചെയ്തത് നന്നായി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പീപ്പിൾ ടെൻഡ് ടു ഗെറ്റ് ക്യാരിഡ് അവേ ഇങ്ങനത്തെ കാര്യങ്ങളിൽ. ആക്ച്വലി എത്ര പേരാണ് ഇഷ്ടമില്ലാത്ത ജോലിയിൽ ജീവിക്കുന്നത്? അത്രയൊന്നും നമ്മൾ എത്തിയില്ലല്ലോ. ആൻഡ് വി തോട്ട് യൂട്യൂബ് വാസ് എ ഡിസ്ട്രാക്ഷൻ ഫോർ അസ് ആൻഡ് അതൊരു ജോലിയായി മാറി പതുക്കെ പതുക്കെ. ആൻഡ് വേറൊരു ഒരു സംഭവം എന്താ പറയുക, ഈ നമ്മൾ ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമില്ലേ, അതായത് നമ്മൾ വി വർ ചേസിങ് വ്യൂസ് എന്ന് പറഞ്ഞില്ലേ, ആക്ച്വലി നമ്മൾ വ്യൂസ് ചേസ് ചെയ്തിട്ട് നമുക്ക് വ്യൂസ് കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് അഡിക്ഷൻ പിന്നെ മാറത്തില്ലായിരുന്നു. അതെ അതെ, ഒരു കണക്കിന്. അതെ, ഒരു കണക്കിന് നമ്മൾ വ്യൂസ് ചേസ് ചെയ്തു, പക്ഷെ ഒന്നും നടന്നില്ല. അതെ അതെ അതെ, അതൊരു വലിയൊരു പോയിന്റാണ്. അത് വ്യൂസ് പിന്നെയും കയറിക്കൊണ്ടിരുന്നെങ്കിൽ നമ്മൾ ചിലപ്പോൾ തെണ്ടിപ്പോനെ. നമ്മൾ ശരിക്കും തെണ്ടിപ്പോനെ. മുടക്കി നമ്മുടെ സമയം കളഞ്ഞ് നമ്മൾ ഇതിൻ്റെ പുറകെ നമ്മൾ നിന്നാണ്. ഉറപ്പായും. അതായത് ഒരു ഇച്ചിരി ഗ്രോത്ത് എങ്കിലും കണ്ടിരുന്നെങ്കിൽ. ഭാഗ്യത്തിന് ഒന്നും സംഭവിച്ചില്ല, ഗ്രോ ചെയ്തതേ ഇല്ല. അത് സന്തോഷമായി. ആൻഡ് നമ്മളിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നതിന് മുന്നേ തന്നെ പല പ്രാവശ്യവും നമ്മൾ ഇരിക്കുകയും നമ്മൾ ചുമ്മാ ഒരിടത്ത് പോയി ചായ കുടിക്കാൻ വേണ്ടി നമ്മൾ ഇരിക്കുമ്പോൾ we were having a really fun conversation. And നമുക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ആ ഒരു ഫണ്ട് നമുക്ക് കിട്ടുന്നില്ല. കാരണം നമ്മുടെ ഈ കൺസ്ട്രെയിൻസ്, നമ്മൾ വേണ്ടാത്ത കുറേ കൺസ്ട്രെയിൻസ് നമ്മുടെ മേളിൽ തന്നെ വെച്ചു കൊടുത്തു. അതായത് ഇങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല, ഇത്ര സമയത്തിനുള്ളിൽ സംസാരിക്കണം, സ്ക്രിപ്റ്റഡായിട്ട് സംസാരിക്കണം. എൻ്റെ അമ്മച്ചി അതോടുകൂടി അതോടുകൂടി എല്ലാം തീർന്നു കിട്ടി. ശരിക്കും ആ ഒരു ടേണിംഗ് പോയിന്റ് എന്താ അറിയോ, ലൈക്ക് ഒരു 42 ലക്ഷം രൂപ മുടക്കി ഒരാൾ ഒരു കാർ മേടിച്ചിട്ട് നമ്മൾ ആ ഒരു റിവ്യൂ എടുത്തില്ലേ, റിവ്യൂ അല്ല ഒരു മൈലേജ് റൺ എടുത്തില്ലേ, ശരിക്കും അത് നമുക്ക് വിഷമം ഉണ്ടാക്കി. കാരണം ആ കാറിന് വേണ്ടുന്ന ജസ്റ്റിസ് നമ്മൾ കൊടുത്തില്ല അല്ലേ. അപ്പോൾ ആ കാറിന് വേണ്ടുന്ന ജസ്റ്റിസ് കൊടുക്കാനുള്ള വിവരമോ വിദ്യാഭ്യാസമോ യോഗ്യതയോ ഞങ്ങൾക്കില്ല, അത് ഞങ്ങൾ മനസ്സിലാക്കി. പക്ഷെ ആ മനസ്സിലാക്കലിലൂടെ അത് ഭയങ്കര ലിബറേറ്റിംഗ് ആയിരുന്നു ആ തോട്ട്. കാരണം ഇപ്പം ഞാൻ അറ്റ്ലീസ്റ്റ് അബ്ബാസിന് പിന്നെ എന്നെക്കാളും വണ്ടികളെ പറ്റി ഇച്ചിരിയെങ്കിലും കുറച്ച് കൂടുതൽ അറിയാം. കാരണം കാറുകളെ പറ്റി ഇപ്പോൾ എനിക്കാണെങ്കിൽ കാറുകളെ പറ്റി ഒരു മാങ്ങാത്തൊലി അറിയത്തില്ല. എനിക്ക് ജസ്റ്റ് ഓടിച്ചുള്ള പരിചയം മാത്രമേ ഉള്ളൂ. അല്ലാതെ എനിക്ക് ഇതിൻ്റെ ടെക്നിക്കലായ സാധനങ്ങൾ അതോറിറ്റേറ്റീവായിട്ട് പറയാനുള്ള ഒരു യോഗ്യതയും എനിക്കില്ല. കാരണം ഞാൻ കാറുകളെ പറ്റി ജസ്റ്റ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്നുള്ള രീതിയിൽ പഠിച്ചിട്ടുണ്ടെന്നുള്ളതല്ലാതെ ഞാൻ കാറുകൾ ഓടിച്ച് അതിൻ്റെ ആ ഫീല് മനസ്സിലാക്കത്തക്ക വണ്ണമുള്ള എക്സ്പീരിയൻസ് എനിക്കില്ല. ഞാൻ കാറുകൾ നന്നാക്കിയിട്ടുമില്ല. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നി ഐ എം ഡൂയിങ് ഗ്രോസ് ഇൻജസ്റ്റിസ് എന്ന് എനിക്ക് തോന്നാറുണ്ട് ചിലപ്പം ചില കാറുകളെ പറ്റി കമൻറ്റ് ചെയ്യുമ്പോൾ തന്നെ. ആൻഡ് വേറൊരു കാര്യം തന്നെ, നമ്മൾ ആ വീഡിയോ എടുത്തിട്ട് നമ്മൾ ക്യാമറ ഓഫ് ആക്കുമ്പോഴാണ് നമ്മൾ ആ കാറിനെ ഫണ്ണായിട്ട് ഓടിക്കുന്നത് അല്ലേ. നമ്മൾ എപ്പോൾ വീഡിയോ സ്റ്റോപ്പ് ചെയ്യുന്നു അത്രയും നേരത്തെ കൺസ്ട്രെയിൻസ് എല്ലാം മാറി പിന്നെ നമ്മൾ ശരിക്കും എൻജോയ് ചെയ്യുന്നത് അത്രയും ആ ഒരു 10-15 മിനിറ്റിലായിരിക്കും. അതെ അതെ. അതുപോലെ എനിക്ക് തോന്നുന്നു നമ്മൾ അന്ന് തന്നെ ആ ഗ്രാൻഡ് വിറ്റാര കൊണ്ട് ഓടിക്കാൻ പോയത് അതൊന്നും നമ്മൾ വീഡിയോയിൽ എടുക്കുന്നില്ലായിരുന്നു. പക്ഷേ അതൊക്കെ നല്ല ഫണ്ണായിരുന്നു. എത്ര പ്രാവശ്യം ഓടിച്ച്, ലൈക്ക് ഒരു ബുദ്ധിമുട്ട് പോലും തോന്നാത്ത രീതിയിൽ. 40 നമ്മൾ എത്ര ഒരു 3/4 മണിക്കൂർ ഓടിച്ചായിരിക്കും. അതെ അല്ലേ. ആക്ച്വലി അതെനിക്ക് പറയണം. എന്ന് വെച്ചാൽ ഗ്രാൻഡ് വിറ്റാര ഇല്ലേ, ഇത് ജസ്റ്റ് ഒരു ചെറിയൊരു പോയിൻ്റാണ്. അപ്പം ഞങ്ങളുടെ വീട്ടിലൊരു ഗ്രാൻഡ് വിറ്റാര ഉണ്ട്, സ്ട്രോങ് ഹൈബ്രിഡ്. അപ്പോൾ അതിന് അബ്ബാസിന് ആ വണ്ടിക്ക് മൈലേജ് ഇല്ലെന്ന് വരുത്തി തീർക്കണം. അബ്ബാസിൻ്റെ ബ്രസ ഉണ്ട്, ബ്രസയ്ക്ക് അപ്പം 22-24 മൈലേജ് കിട്ടുന്നുണ്ട്. അപ്പം ഗ്രാൻഡ് വിറ്റാരയ്ക്കാണെങ്കിൽ പക്ഷേ അതിനേക്കാളും മൈലേജ് കിട്ടും. അപ്പോൾ അങ്ങനെ ഞാനിത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു ഹൈവേയിൽ പോയി അതിനെ പയ്യനെ ഓടിച്ചു. അതായത് 40-നകത്തല്ലേ, 40-നകത്ത് ഓടിച്ചപ്പം അതിന് എത്ര കിട്ടിയ മൈലേജ്? അന്ന് അതിന് 40 അടുപ്പിച്ച് കിട്ടി മൈലേജ്, 38 സംതിങ് മൈലേജ് കിട്ടി. അത് പക്ഷേ അത് അങ്ങനെ ഓടിച്ച് പോകാനൊന്നും പറ്റില്ല നമുക്ക്. കാരണം 40 ഓടിക്കാൻ പറ്റൂല വണ്ടി, പ്രത്യേകിച്ച് ഹൈവേയിൽ 40 പതുക്കെ ഓടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ മൈലേജ് കിട്ടും. പക്ഷേ അങ്ങനെ ഓടിക്കാൻ പറ്റില്ല. അപ്പം ജസ്റ്റ് എനിവേ എഗെയിൻ ക്യാരിഡ് അവേ ആയിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് വീണ്ടും അതൊന്ന് കംപ്ലീറ്റ് തിരിച്ചു വരുന്നു. ഏതായിരുന്നു? അതായത് ഗ്രാൻഡിയുടെ കാര്യം. അപ്പം വരുത്തി തീർക്കണമല്ലോ മൈലേജ് ഇല്ലെന്ന്. ഇനി അടുത്ത പോയിന്റ് അല്ല. സോ അപ്പം നമ്മൾ അതിനു വേണ്ടി ഇറങ്ങി. അപ്പം നമ്മൾ ആ വീഡിയോ ഷൂട്ട് ചെയ്തൊന്നും അല്ല ഇറങ്ങിയത്. നമ്മൾ ജസ്റ്റ് ഒരു ഉച്ചയ്ക്ക് ശേഷം ഗോപിയുടെ പിന്നെ അമ്മയുടെ അടുത്ത് പോയി കാറെടുത്ത് നമ്മളങ്ങ് ഇറങ്ങിയതാണ്. ആൻഡ് ഉച്ചയ്ക്ക് ഒരു 4 മണിക്ക് തുടങ്ങിയ പരിപാടി നമ്മൾ തീർന്നപ്പം 8-9 മണിയെങ്ങാണ്ടായി. അത്രയും സമയം നമ്മൾ ഈ ഒരു വണ്ടി ഓടിക്കുകയായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ വണ്ടി ഓടിച്ച് ലൈക്ക് ടു പ്രൂവ് എ പോയിന്റ് ആ ഒരു രീതിക്ക് നമ്മൾ വണ്ടി ഓടിക്കുകയും ബട്ട് വി ഹാഡ് സോ മച്ച് ഫൺ. ആൻഡ് അതൊക്കെയായിരുന്നു നമ്മുടെ റിയലൈസേഷൻ. ഇത് ഒരു വീഡിയോയുടെ കൺസ്ട്രെയിൻസ് വരുമ്പോഴത്തേക്കും നമ്മൾ വല്ലാണ്ട് അലമ്പാവുന്നു എന്നുള്ളത് അല്ലേ. നമ്മളല്ലാതാവും. ഓക്കെ. അടുത്ത പോയിന്റ്, വിച്ച് വീഡിയോ ആർ യു മോസ്റ്റ് പ്രൗഡ് ഓഫ്? ഓക്കെ, നമ്മൾ ഉണ്ടാക്കിയ വീഡിയോസിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വീഡിയോ, മോസ്റ്റ് പ്രൗഡ് വീഡിയോ ഏതാണ്? മോസ്റ്റ് പ്രൗഡ് വീഡിയോ
പ്രൗഡ് വീഡിയോ ബട്ട് ഐ തിങ്ക് ഓൾവേസ് വുഡ് ബി അവർ ഫസ്റ്റ് വീഡിയോ. പ്രൗഡ് വീഡിയോ കാരണം ഇത് ചെയ്തല്ലോ എന്നുള്ളത്. കാരണം ലൈക്ക് we never thought of each other, like thought of even about ourselves as video makers. അല്ലേ? ലൈക്ക് ഒരു ഫോട്ടോയുടെ മുന്നിൽ പോലും എൻ്റെ തന്നെ ഒറ്റയ്ക്കുള്ള ഫോട്ടോസൊക്കെ കുറവാണ്. പക്ഷെ ആ ഒരു പ്രൗഡായിട്ട് എനിക്ക് തോന്നണമെങ്കിൽ നമ്മളൊരു വീഡിയോ കംപ്ലീറ്റ് ചെയ്തല്ലോ, ഫസ്റ്റ് വീഡിയോ അത് തന്നെയാണ്. അത് അലമ്പ് വീഡിയോ ആയിരുന്നു. പക്ഷെ എനിക്കത് ഭയങ്കര അലമ്പായിട്ട് തോന്നിയില്ല കേട്ടോ ആ വീഡിയോ. പക്ഷേ ഈ പറഞ്ഞ പോലെ വി വർ നോട്ട് ടോക്കിംഗ് ടു എ പോയിന്റ്. എന്നുവെച്ചാൽ ഒരു പ്രത്യേക കാര്യത്തെ പറ്റിയോ ഒരു ജനറൽ തീമിനെ പറ്റിയോ പോലും അല്ല അന്ന് നമ്മൾ സംസാരിച്ചത്. എങ്കിലും എഗെയിൻ നമുക്കത് ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. വെദർ കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. ആ വീഡിയോ ഫുൾ ഒരു പാക്കേജ് ആക്കി ഇറക്കി എടുത്തു. ജീവിക്കാൻ സമ്മതിക്കൂലേ? ഞങ്ങൾ ചേട്ടാ പോഡ്കാസ്റ്റ് എടുത്തോണ്ടിരിക്കുക. ചേട്ടൻ ആവശ്യമുണ്ട്, ജസ്റ്റ് ഒന്ന് തലയണിച്ചിട്ടോട്ടെ. ചേട്ടൻ വാ. കാരണം എന്താ, ഞങ്ങൾ ഇപ്പൊ ജസ്റ്റ് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കാര്യങ്ങളെ പറ്റി. കുഴപ്പമില്ല. അല്ല ചേട്ടൻ വന്നോ? അതല്ല നല്ലതാ പറഞ്ഞേ. ഏത് ബാറ്ററി? ഇത് പ്രാവശ്യമരത്ത് കിട്ടും. പ്രാവശ്യമരത്ത് മറ്റേ ഇവിടെ നമ്മുടെ ലിജിയിലൊന്ന് നോക്ക്. ലിജിയിൽ കിട്ടിയാലേ ഉള്ളൂ. ഇല്ലെങ്കിൽ പിന്നെ കരമന അല്ലെങ്കിൽ പിന്നെ കുന്നിൽ കാണും. ഓക്കെ, താങ്ക് യു സോ മച്ച്. ശരി, ഓക്കെ. നമ്മുടെ ജീപ്പിൻ്റെ മുതലാളിയാണ് ഇപ്പോൾ വന്നിട്ട് പോയത്. പാവം ചേട്ടനെ ഞങ്ങൾ പറ്റിച്ചു. നല്ലൊരു റിവ്യൂ കൊടുക്കാമെന്ന് പറഞ്ഞില്ല. ചേട്ടൻ ഓണസ്റ്റ് ആയിട്ടുള്ള റിവ്യൂ വേണമെന്ന് തന്നെ പറഞ്ഞിട്ടുള്ളൂ. അല്ല ഫോഴ്സ് ചെയ്തിട്ടൊന്നുമില്ല ഇങ്ങനെ വണ്ടിയെ പറ്റി നല്ലത് പറയണമെന്നൊന്നും. എന്തായാലും എന്തോ നമ്മൾ കാണിച്ചു വെച്ചത്. അത് നമ്മൾ അറിവില്ലായ്മയായിട്ട് കണ്ടാൽ മതി. ഞാൻ പറയുന്നത് അത് അറിവില്ലായ്മയായിട്ട് കണ്ടാൽ മതി. കാരണം അത് അറിഞ്ഞൂടാത്തതുകൊണ്ടാണ്. എന്തോ ചെയ്യണമെന്ന് നമുക്ക് അറിഞ്ഞൂടല്ലോ. ഇതിന് എങ്ങനെയാണ് റിവ്യൂ ഉണ്ടെന്ന് നമുക്കറിയോ? അതെ, നമ്മൾ ഒരു വീഡിയോ എടുത്ത് ക്യാമറ എടുത്തോണ്ട് പോയാൽ ഓക്കെ. നമ്മൾ പറഞ്ഞു തരുന്നത് മോസ്റ്റ് പ്രൗഡ് വീഡിയോ. പക്ഷേ മോസ്റ്റ് പ്രൗഡ് വീഡിയോ അതാണെങ്കിൽ എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് വീഡിയോ നമ്മുടെ സ്വിഫ്റ്റിൻ്റെ വീഡിയോ ആണ്. ഏറ്റവും കുറഞ്ഞ വ്യൂസ് ഉള്ള വീഡിയോ. ആ ഗോപിയുടെ സിസ്റ്ററിൻ്റെ വണ്ടിയായിരുന്നു, പുതിയ 2024 സ്വിഫ്റ്റ് ആയിരുന്നു. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ലൈക്ക് നമ്മൾ വി ഡിഡ് അവർ ഹോം വർക്ക്. പക്ഷെ എന്നിരുന്നാലും ആദ്യമായി എന്തെങ്കിലുമൊക്കെ നേരത്തെ ചിന്തിച്ച് ഒരു സ്ക്രിപ്റ്റ് അല്ല, ഒരു സംസാരിക്കാനുള്ള പോയിന്റ്സ് സെറ്റ് ചെയ്ത് ആദ്യമായിട്ട് ചെയ്യുന്നൊരു കാര്യമായിരുന്നു. ആക്ച്വലി അബ്ബാസേ, എനിക്ക് അത് പറയുമ്പോഴെനിക്ക് പറയേണ്ട ഒരു കാര്യം, although we did not like what we were doing and we progressively hated it, we were getting better at it. അത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ തലേദിവസം ഇതെല്ലാം ചെയ്യണമെന്ന് പറയും. അതിന് ഈ ക്യാമറ ഓൺ ചെയ്തോ, ഇത് SOP തയ്യാറാക്കും. അതായത് ക്യാമറ ഓൺ, മറ്റേ മൈക്ക് ഓൺ, മറ്റേത് ഓൺ. അതായത് തെറ്റാൻ ഉള്ള വഴികളെ ഞങ്ങൾ എടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് വി വർ തിങ്കിങ് ലൈക്ക് എഞ്ചിനീയേഴ്സ് ആൻഡ് വി വർ ഗെറ്റിംഗ് ബെറ്റർ അറ്റ് സംതിങ്. അതായത് വി വർ മേക്കിംഗ് വീഡിയോസ് വിത്ത് ഇൻക്രീസിങ് ഈസ് ഓഫ് പ്രൊസീജിയർ. പക്ഷെ നമ്മുടെ ആക്ച്വൽ ലൈക്കിംഗ് ഫോർ ദ തിങ് കുറഞ്ഞു വന്നു. അതെനിക്ക് ഭയങ്കര ഒരു വിസ്മയമായിട്ട് തോന്നി. ദാറ്റ് യു കുഡ് പ്രോഗ്രസീവ്ലി ഹേറ്റ് സംതിങ് ഈവൻ വെൻ യു ആർ ഗെറ്റിംഗ് ബെറ്റർ അറ്റ് ഇറ്റ് അറ്റ് ദ സെയിം ടൈം. ആൻഡ് കോൺട്രവേഴ്സ്യലി ഇനഫ് ഈ വീഡിയോയുടെ സെറ്റപ്പ് കണ്ടില്ലേ? ഈ വീഡിയോയുടെ സെറ്റപ്പ് കണ്ടാൽ ഒരു നിങ്ങൾ ഞെട്ടും. ഫോൺ ഉണ്ടെങ്കിൽ ഫോട്ടോ എടുത്ത് കാണിച്ചിട്ടായിരുന്നു. ഫോട്ടോ എടുത്ത് കാണിക്കണമെന്നില്ല. മൊത്തം നമ്മുടെ സെറ്റപ്പ് എങ്ങനെയാണെന്ന് വേണമെങ്കിൽ നമ്മുടെ ഗിയറിനെ പറ്റി ഒന്ന് പറഞ്ഞോ ബസ്. കാരണം യു ഹാവ് ഇൻവെസ്റ്റഡ് എ ലോട്ട് ഇൻടു ദാറ്റ് ഗിയർ. No, I have invested into my gears even before we were a thing. ആക്ച്വലി അതെ. അബ്ബാസിനെ കാണുന്നാലും തൊട്ടേ പിന്നെ അബ്ബാസിന് ഐഫോണേ ഇറങ്ങും. അതുകൊണ്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഗിയറിനെ പറ്റി ഒന്ന് പറയാൻ. ഓക്കെ, നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് എൻ്റെ ഫോണിലാണ്, iPhone 15 Proയിലാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ആൻഡ് പിന്നെ നമുക്കൊരു ഈ മൗണ്ട് ഉണ്ടായിരുന്നു. അതായത് ഈ കാറിൻ്റെ വിൻഷീൽഡിൽ നമ്മൾ ഫോണിനെ മൗണ്ട് ചെയ്തിട്ടായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഇത് മൗണ്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ബാക്ക് ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഫീഡ് കാണാൻ പറ്റത്തില്ല. അപ്പോൾ അതിന് ആപ്പിൾ വാച്ച് ഉണ്ട്. ആപ്പിൾ വാച്ചിനകത്ത് ക്യാമറയുടെ ലൈവ് ഫീഡ് കാണിക്കും. ഇതൊക്കെ ഉണ്ടായിട്ടും നമുക്ക് മറ്റേ നെക്സോണിൻ്റെ വീഡിയോയ്ക്ക് പണി കിട്ടിയായിരുന്നു. ആ വീഡിയോ ഇറങ്ങിയിട്ടില്ല. അതായത് ഐഫോൺ ഒരുപാട് ഓവർ ഹീറ്റ് ആകുമ്പോഴത്തേക്കും ഫോൺ തന്നെ ഷട്ട് ഡൗൺ ആവും. അപ്പോൾ ഫോണിൻ്റെ ഫീഡ് നമുക്ക് കാണാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഒരു മണിക്കൂർ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അറിയുന്ന ആദ്യത്തെ 10 മിനിറ്റ് റെക്കോർഡായിട്ടുള്ളൂ.
അപ്പം ഓവർ ഹീറ്റായിട്ട് ക്യാമറ ഓവർ ഹീറ്റായിട്ട് ഫോൺ ഓവർ ഹീറ്റായിട്ട് ഓഫ് ആവും. കാരണം ആ നെക്സോണിൻ്റെ AC-ക്ക് ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. ആ ബ്ലോർ കറക്റ്റായിട്ട് ആ ഈ വിൻഷീൽഡിൻ്റെ അവിടെ തണുപ്പിക്കുന്നില്ലായിരുന്നു. അപ്പം ഈ ക്യാമറ പെട്ടെന്ന് അങ്ങ് ചൂടാവും. അപ്പോൾ ചൂടായി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഓഫായി പോകും. അങ്ങനെ അത് നമ്മൾ അറിഞ്ഞില്ല. അങ്ങനെ കുറച്ച് ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. പിന്നെ വേറെ എന്താ ഗിയർ, പിന്നെ നമ്മുടെ മൈക്ക്, അതായത് ഞങ്ങൾ DJI Mic 2 ആണ് യൂസ് ചെയ്യുന്നത്. ആ മൈക്ക് ഞാൻ ഈ വീഡിയോ പോഡ്കാസ്റ്റ് തുടങ്ങിയ ശേഷം അതെ മൈക്ക് മാത്രമേ ഉള്ളൂ അങ്ങനെ മേടിച്ചത്. പിന്നെ ഇപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് ഒരു ക്യാമറ, ഒരു പോയിന്റ് ആൻഡ് ഷൂട്ട് ക്യാമറയാണ്, സോണിയുടെ ഒരു ചീപ്പ് ക്യാമറയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അബ്ബാസ് എന്തായാലും നമ്മുടെ ചാനൽ വിട്ടിട്ട് അബ്ബാസ് സ്വന്തമായിട്ടൊരു ചാനലൊക്കെ തുടങ്ങി. അബ്ബാസിന് മനസ്സിലായി ദാറ്റ് ഇത് നടക്കില്ല എന്നുള്ള കേസ്. അങ്ങനെ അബ്ബാസ് ഇപ്പോൾ സ്വന്തമായിട്ട് ചാനലൊക്കെ തുടങ്ങി. അപ്പോൾ അതിന് വേണ്ടി ക്യാമറ ഒക്കെ എടുത്തു. ഇപ്പോൾ വീട്ടിലിരുന്നാണ് ഷൂട്ടിങ്ങൊക്കെ. അതിൻ്റെ ചാനൽ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമുക്കിടാം. എന്തായാലും അബ്ബാസ് ഈസ് കണ്ടിന്യൂയിങ് മേക്കിംഗ് ഹിസ് വീഡിയോസ്. എനിക്ക് വീഡിയോ മേക്കിംഗ് ആക്ച്വലി തെറാപ്പിറ്റിക് ആണ്. കാരണം ഞാനിപ്പോൾ എനിക്ക് വീട്ടിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതായത് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളും പാരൻസിനൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് നമ്മൾ തന്നെ നമ്മുടെ ഷൂട്ടിങ്ങിനിടയ്ക്ക് പലപ്പോഴും ഗ്യാപ്പ് വരുന്നത് എൻ്റെ പാരൻസിൻ്റെ ഇഷ്യൂസും അങ്ങനെ വീട്ടിലെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് ശരിക്കും ഭയങ്കര റിലാക്സിങ് ആണ്. അപ്പം ഐ ഫിഗേർഡ് ദാറ്റ് ഐ ലവ് മേക്കിംഗ് വീഡിയോസ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പം പക്ഷേ നമ്മൾ ഒരുമിച്ച് വീഡിയോ ലോഗോ സ്മോൾ തിങ്സിൽ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ അത് ദാറ്റ് ഷുഡ് ബി ട്രൂ ടു യുവർ ഹാർട്ട് എന്ന് നമുക്ക് തോന്നി. സോ അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ഇത്രയും കാരണം നമ്മൾ ചെയ്തു വന്നൊരു ഫോർമാറ്റിൽ നിന്ന് വി ആർ ആക്ച്വലി ഡൂയിങ് വാട്ട് വി വാണ്ടഡ്. നമ്മൾ ആദ്യം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ മേൽ അടിച്ചേൽപ്പിച്ചിരുന്ന എല്ലാ കൺസ്ട്രെയിൻസും എടുത്ത് മാറ്റി. അതായത് ഒരാഴ്ച കൂടുമ്പോൾ വീഡിയോ ചെയ്യണം എന്നുള്ള കൺസ്ട്രെയിൻ്റ് ആദ്യം എടുത്ത് മാറ്റി. പിന്നെ നമുക്ക് തോന്നിയില്ലെങ്കിലും ചെയ്യണം എന്നുള്ള കൺസ്ട്രെയിൻ്റ് എടുത്ത് മാറ്റി. ഇത്ര കാലം കൂടുമ്പോൾ ചെയ്യണം എന്നുള്ള കൺസ്ട്രെയിൻ്റ് എടുത്ത് മാറ്റി. യാതൊരു റെസ്ട്രിക്ഷനും ഇല്ലാതെ ചെയ്യാൻ പറ്റുമ്പോൾ ചെയ്യാം എന്നുള്ള നിലയിലേക്ക് നമ്മൾ താന്നോ ഉയർന്നോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ബട്ട് എനിവേ നമ്മൾ ആ രീതിയിലാണ് ഇപ്പോൾ ചെയ്തത്. ആൻഡ് അതിന് അറ്റ്ലീസ്റ്റ് വി ആർ ഹാവിങ് ഫൺ നോ. അത്ര എനിക്കറിയാം. ഗോപിയുടെ മോസ്റ്റ് പ്രൗഡ് വീഡിയോ ഏതാ? എൻ്റെ മോസ്റ്റ് പ്രൗഡ് വീഡിയോ എന്ന് പറയാൻ എനിക്ക് പറ്റില്ല. കാരണം വീഡിയോ എന്ന് പറഞ്ഞാൽ സ്റ്റോറി ടെല്ലിംഗ് എന്നുള്ള രീതിയിൽ DPFൻ്റെ വീഡിയോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. DPFൻ്റെ ആ വീഡിയോ ലൈക്ക് ഐ ലവ് മേക്കിംഗ് ഇറ്റ്. എന്ന് വെച്ചാൽ ആ സ്റ്റോറി നമ്മൾ പറഞ്ഞിരിക്കുന്ന രീതി അത് എനിക്ക് നമ്മൾ ചെയ്തതിൽ നല്ലൊരു സ്റ്റോറി ടെല്ലിംഗ് ആണെന്ന് തോന്നി. നല്ല വീഡിയോ ആണ്, നല്ലത്. നല്ല രീതിയിൽ നമ്മൾ സ്റ്റോറി പറയാൻ ശ്രമിച്ചിട്ടുണ്ട് അറ്റ്ലീസ്റ്റ്. ആൻഡ് അതാണ് നമ്മുടെ ഫസ്റ്റ് നമ്മൾ ഓഡിയൻസിൽ ലൈക്ക് ഹിസ് എ ഫ്രണ്ട്. ബട്ട് എന്നാലും ഒരാളെ സജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്ന ടോപ്പിക് DPF ആണ്. ആൻഡ് അത് യൂസ്ഫുൾ വീഡിയോ ആയിരുന്നു പലർക്കും. അതെ, ഒരുപാട് കമന്റ്സ് ഒന്നും അതിനകത്ത് തോന്നുന്നു അല്ലേ? DPF അതിനും പ്രസയ്ക്കും നല്ല കമന്റ്സ് ഉണ്ട്. അതെ, പ്രസ് എനിക്ക് തോന്നുന്നു എല്ലാവരും ആൾക്കാർ മേടിക്കാൻ വേണ്ടിയിട്ടുള്ള അതാണ് ഈ സംഭവം. ആൾക്കാരുടെ പെയിൻ പോയിന്റ്സ്, ആൾക്കാർക്ക് വേണ്ട സാധനം കൊടുക്കുമ്പോൾ തന്നെയാണ് ആൾക്കാർ എൻഗേജ് ചെയ്യാൻ പോകുന്നത് കൂടുതൽ. പിന്നെ അപ്പോൾ ഈ ഐഡിയലി ഇഫ് നമ്മൾ ചെയ്യുന്ന കാര്യം നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യം ഇസ് സംതിങ് ദാറ്റ് ദി കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ഈ വ്യൂവേഴ്സ് ആർ ഓൾസോ ലുക്കിംഗ് ഫോർ, അത് വമ്പൻ മാച്ചായിരിക്കും, നമുക്ക് വൻ വ്യൂസ് ആയിരിക്കും. പക്ഷേ എഗെയിൻ നമുക്ക് ഇഷ്ടപ്പെടുന്ന പല കാര്യങ്ങളും ഓഡിയൻസിന് ചിലപ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ല. ഇപ്പം നമുക്ക് ഇങ്ങനെ ഇരുന്ന് മര്യാദയ്ക്ക് ഇരുന്ന് പതുക്കെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക ഇഷ്ടമാണ്, ചിലപ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുക ആൾ കാണത്തില്ല. ആൻഡ് വി ഷുഡ് ബി ഓക്കെ വിത്ത് ദാറ്റ്. അതാണ് മെയിൻ പോയിന്റ്. അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് വുഡ് യു ഡു ഡിഫറെൻ്റ്ലി സ്റ്റാർട്ടിങ് ഫ്രം സ്ക്രാച്ച്? അത് ഒന്നേന്ന് കംപ്ലീറ്റ് തുടങ്ങുവാണെങ്കിൽ എന്ത് വ്യത്യാസപ്പെടുത്തും? ഈ ക്വസ്റ്റ്യൻ ChatGPT ഉണ്ടാക്കിയതാണ്. ChatGPT ഉണ്ടാക്കിയത്. ഓക്കെ. അതെ, എൻ്റെ ആ പടം 4 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി ഞാൻ പറഞ്ഞു ഒരു 5 ക്വസ്റ്റ്യൻ കൂടെ താടേ. അതെനിക്ക് കാരണം ഒരുപാട് ChatGPT ഉപയോഗിക്കുന്നതുകൊണ്ട്. അതെ അതെ അതെ. ഞാനിപ്പോൾ ഡീപ് സീക്ക് ആക്കി കേട്ടോ. ഡീപ് സീക്ക് ആക്കി. കാരണം ChatGPT ഒന്നില്ല അതിൻ്റെ പ്ലസ് വേർഷൻ, മറ്റേ പെയ്ഡ് വേർഷൻ വേണം. പക്ഷേ ഡീപ് സീക്ക് ആണെങ്കിൽ മാൻ ഒരു രക്ഷയില്ല. ഓഹ് മാൻ പൊളി. പോട്ടെ. വാട്ട് വുഡ് ഐ ഡു ഡിഫറെൻ്റ്ലി? അപ്പാർട്ട് ഫ്രം ഈ നമ്മൾ ഈ ലാസ്റ്റ് ഇതിൽ സ്ക്രിപ്റ്റഡ് പോലത്തെ നമ്മൾ ആ ഒരു മൈലേജ് റണ്ണില്ലേ, ശരിക്കും മൈലേജ് റണ്ണാണ് എനിക്ക് ഏറ്റവും അല്ലെങ്കിൽ ഏറ്റവും എന്നെ ടയേർഡാക്കിയ കൈൻഡ് ഓഫ് വീഡിയോസ്. എക്സോസ്റ്റഡ് ആക്കിയ വീഡിയോസ്. അപ്പാർട്ട് ഫ്രം ദാറ്റ് ഐ വുഡ് നോട്ട് ഡു എനിത്തിങ് ഡിഫറെൻ്റ്ലി. ഡൂഡ് ഐ ലവ്ഡ് ഇറ്റ്. ലൈക്ക് ഈ കൺസ്ട്രെയിൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ ഞാൻ ചോദിക്കട്ടെ, DPF വീഡിയോയ്ക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു. നമ്മൾ വി ഫൗണ്ട് എ ടൈം ഇൻ യുവർ ലൈഫ് ടു മേക്ക് ദാറ്റ് വീഡിയോ. നമ്മൾ DPF വീഡിയോ ഏത് വണ്ടിയിലാണ് ചെയ്തത്? ബ്രസീലാണെന്ന് തോന്നുന്നു ചെയ്തത്. ബ്രസീലാണോ ചെയ്തത്? അത് ഗോപി ഓടിച്ചായിരുന്നു അല്ലേ? ബ്രസീലാണ്. അല്ല, ഞാൻ ഇപ്പുറത്തിരിക്കുകയായിരുന്നല്ലോ. അല്ലല്ല, ആണോ?
ഗോപിയല്ലേ ഓടിച്ചു തന്നു? ഇല്ല, ഞാൻ ഫോൺ വിളിക്കാൻ പറ്റത്തില്ലല്ലോ ഞാൻ ഓടിക്കുകയാണെങ്കിൽ. അത് സ്വിഫ്റ്റിലാണോ? അല്ല, സ്വിഫ്റ്റ് അല്ല, ആയിരിക്കും, ചിലപ്പോൾ ആയിരിക്കും, ബ്രസീൽ തന്നെ ആയിരിക്കും, ബ്രസീൽ തന്നെ എന്തെങ്കിലും. ഓക്കെ, എനിക്ക് തോന്നുന്നില്ല, ഞാൻ ഒരുപാട് മാറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ ടോപ്പിക്കിന്റെ കൺസ്ട്രെയിൻ അല്ലാതെ നമ്മുടെ കോൺവെർസേഷൻ, ശരിക്കും വേറൊരു കാര്യം, ഈ നമ്മൾ ഈ വീഡിയോ എടുത്തിട്ട് അതിന്റെ ഔട്ട്പുട്ടിലായിരുന്നു നമ്മൾ കൂടുതലും അൺഹാപ്പി. നമ്മൾ ആ വീഡിയോ, നമ്മളല്ല, ഞാൻ ആ വീഡിയോ എഡിറ്റ് ചെയ്ത് അത് കുളവാക്കി, ലൈക്ക് നമ്മൾ ആൾക്കാർക്ക് ഇമ്പാക്ട്ഫുൾ ആയിട്ട് തോന്നും എന്ന് ഞാൻ വിചാരിക്കുന്ന പോയിന്റ്സിനെ മാത്രമേ ഞാൻ കാണിക്കുന്നുണ്ടായിരുന്നുള്ളൂ. ആ ഒരു ഔട്ട്പുട്ട് പ്രോഡക്റ്റിലായിരുന്നു മേ ബി ഒരു വിഷമം എന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് നമുക്ക് നമ്മൾ പക്ഷേ കോൺവെർസേഷൻ വലിയ കുഴപ്പമില്ലായിരുന്നു. ലൈക്ക് ഈ മൈലേജ് റണ്ണിൻ്റെ രണ്ട് മൂന്ന് വീഡിയോസ് അത് ഇഷ്ടപ്പെട്ടില്ല. മൈലേജ് റണ്ണ് ഞാൻ ചെയ്യുകയില്ല, ഇനി ഒരിക്കലും അങ്ങനെ ചെയ്യൂല. പക്ഷെ അല്ലാണ്ടുള്ള നമ്മുടെ DPF വീഡിയോക്കകത്ത് വി വർ അവർ സെൽസ്, സ്വിഫ്റ്റിൻ്റെ വീഡിയോക്കകത്ത് വി വർ അവർ സെൽസ്, വി വർ ഹാവിങ് ഫൺ. ആദ്യത്തെ വീഡിയോക്കകത്ത് വി വർ വെരി ഗുഡ്. പിന്നെ അല്ലെങ്കിൽ നമ്മൾ ഫീച്ചേഴ്സിനെ കുറിച്ച് പറഞ്ഞ വീഡിയോക്കകത്തും ഇറ്റ് വാസ് വെരി ഫൺ. കാരണം നമുക്ക് ഒരുപാട് സ്റ്റോറീസ് ഷെയർ ചെയ്യാനോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ എനിക്ക് അതൊന്നും കുഴപ്പമായിട്ട് തോന്നിയിട്ടില്ല. ഈ മൈലേജ് റൺ തുടങ്ങിയ ശേഷമാണ് നമ്മൾ ഭയങ്കരമായിട്ട് ഈ കൺസ്ട്രെയിനകത്ത് വന്ന് പെട്ടത്. സോ അപ്പാർട്ട് ഫ്രം ദാറ്റ് എനിക്ക് തോന്നുന്നില്ല ഐ വുഡ് ഡു സ്റ്റഫ് ഡിഫറെൻ്റ്ലി. ലൈക്ക് ഈവൻ ഇഫ് വി ആർ ഡൂയിങ് ദാറ്റ് അഗെയിൻ ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യുള്ളൂ. ഐ വുഡ് നോട്ട് ഷൂട്ട് ഇൻ മൈ കാർ അഗെയിൻ. അതാണ് അത് കാരണം കാറ് എന്തൊക്കെ പറഞ്ഞാലും ഒരു കൺസ്ട്രെയിനിങ് ആയ ഒരു അറ്റ്മോസ്ഫിയറാണ്. ഒരാൾ ഡ്രൈവ് ചെയ്യാണ്. ഇപ്പോൾ തന്നെ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും നമുക്ക് കാറിൽ ചെയ്യാൻ പറ്റില്ല. കറക്റ്റ്. ഇത്രയും ഫ്രീ ആയിട്ടുള്ള നമ്മൾ മാത്രമല്ല, ഈ കാറിൽ മൾട്ടിപ്പിൾ റെസ്പോൺസിബിലിറ്റീസ് നമ്മൾ ജഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ കുറച്ചെങ്കിലും ആർട്ടിഫിഷ്യൽ ആയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്നെനിക്ക് തോന്നുന്നു. കാരണം അല്ലാതെ നാച്ചുറലായിട്ട് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ദെൻ യു ആർ ഡൂയിങ് ഇൻജസ്റ്റിസ് ടു ദ ഡ്രൈവിംഗ്. അത് ഉറപ്പാണ്. കാരണം നമുക്ക് തോന്നുന്ന ആ ചെറിയ കാര്യങ്ങൾ പോലും നമ്മുടെ തോട്ടിലേക്ക് എടുക്കത്തക്ക വണ്ണം നമ്മൾ അതിന് കോൺസെൻട്രേറ്റ് ചെയ്ത് സംസാരിക്കുകയാണെങ്കിൽ ദെൻ യു ആർ നോട്ട് ഹാവിങ് കോൺസെൻട്രേറ്റ്. കാരണം ബ്രെയിനിൻ്റെ പ്രോസസ്സിംഗ് പവർ ലിമിറ്റഡ് ആണ്. അപ്പം അത് കാരണം ഐ തിങ്ക് ഒരു സമയം മൾട്ടിപ്പിൾ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞ് ചുമ്മാതാണ്. ഇതിൽ ചെയ്യാൻ പറ്റില്ല. ഒരു സമയം നമ്മുടെ ലൈക്ക് ഒരു സാധനത്തിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു ചെറിയ വട്ടത്തിനകത്ത് മാത്രമേ നമ്മൾ കാണുന്ന പോലും ഉള്ളൂ. അത്രേ ഉള്ളൂ. ബാക്കി മുഴുവൻ പെരിഫറൽ വിഷനാണ്. ബാക്കി ബ്രെയിൻ ഉണ്ടാക്കുന്ന കഥയാണ്. അതെ, അതുകൊണ്ട് ബ്രെയിൻ കുറച്ച് കഥകൾ പറയിപ്പിക്കുന്നതാണ് ഒരു സമയത്ത് നല്ലത്. അതന്നെ. വേറെ എന്തെങ്കിലും വാട്ട് വുഡ് യു ഡു ഡിഫറെൻ്റ്ലി? വാട്ട് വുഡ് ഐ ഡു ഡിഫറെൻ്റ്ലി? ഈ ഡ്രൈവിംഗ് കിട്ടും, അതെന്തായാലും നമ്മളിത് ചെയ്യൂല ഇനി. വാട്ട് വുഡ് ഐ ഡു ഡിഫറെൻ്റ്ലി അല്ലേ? ഫസ്റ്റ് ഓഫ് ഓൾ ഐ വുഡ് എനിക്ക് സ്വന്തമായ ഒരു ചാനൽ, എൻ്റെ ചാനൽസിനകത്ത് എൻ്റെ കുറച്ച് എനിക്ക് പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ താല്പര്യമുണ്ട്. അതായത് എനിക്ക് സാധനങ്ങൾ തല്ലിപ്പൊട്ടിക്കൽ, ഉണ്ടാക്കിയെടുക്കൽ, അതൊക്കെയാണ് എനിക്ക് കൂടുതൽ താല്പര്യം. അപ്പോൾ ഈ ടെക്നിക്കലായിട്ടുള്ള സംസാരം എനിക്ക് അത്ര എൻ്റെ ഫേവറേറ്റ് സാധനമല്ല. ബട്ട് എനിക്കിതിഷ്ടമാണ്. ഓക്കെ, എനിക്കിതിഷ്ടമാണ്. അപ്പം പ്രോബ്ലി അബ്ബാസ് കൊണ്ടുവരുന്ന ടോപ്പിക്കുകളെ പറ്റി സംസാരിക്കാനും അല്ലെങ്കിൽ to have these conversations, I would do it. But not for anything else എന്ന് എനിക്ക് തോന്നുന്നു. വേറൊരു കാര്യം, നമ്മുടെ നീഷ് ശരിക്കും എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടോ? നമ്മുടെ നീഷ് തമ്പുരാൻ അറിയാം. എനിക്കൊന്ന് പറയട്ടെ, നമ്മുടെ നീഷ് ടെക്നിക്കൽ ഫിലോസഫിയാണ്. ടെക്നിക്കൽ ഫിലോസഫി. ഹാവ് യു ഫെൽറ്റ് ദാറ്റ്? കുഡ് ബി അല്ലേ? ഇപ്പം എനിക്ക് തോന്നിയത് അത് ടെക്നിക്കൽ ഫിലോസഫി, നോട്ട് ലൈക്ക് കാറുകളല്ല, ആക്ച്വലി കാറുകളല്ല, മെഷീനല്ല. ബട്ട് വി ലവ് ബീങ് ടെക്നിക്കൽ അബൌട്ട് എവറി ലിറ്റിൽ തിങ്. പക്ഷെ ബട്ട് സ്റ്റിൽ ഈവൻ സംടൈംസ് ടു അവർ പെറിൽ. പക്ഷേ ലൈക്ക് വെൻ വി മിക്സ് ഫിലോസഫി ഇൻ ടു ദാറ്റ്, എനിക്ക് തോന്നുന്നു അതാണ് നമ്മുടെ നീഷ് എന്ന് എനിക്ക് തോന്നുന്നു. ലൈക്ക് നമ്മളിപ്പോൾ ഫണ്ണായിട്ട് സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ഫിലോസഫി പോലും ഫണ്ണാണ്. ഫിലോസഫിയിലെ ടെക്നിക്കാലിറ്റിയാണ് നമ്മൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത്. അതാണ്. അപ്പോൾ അത് എനിക്ക് ചെയ്യാൻ താല്പര്യമുണ്ട്, ആൻഡ് നത്തിങ് എൽസ്. അല്ലാതെ എനിക്ക് ഞാനിപ്പോൾ ഈ വണ്ടികളെ പറ്റിയോ അല്ലെങ്കിൽ ഞാൻ മെഷീൻസിനുമായിട്ട് ഹാൻഡിൽ ചെയ്യുകയാണെങ്കിൽ എനിക്ക് അതിന് പുറകിലുള്ള സയൻസ് എനിക്ക് പറയാൻ വലിയ താല്പര്യമില്ല. കാരണം എനിക്ക് കൂടുതൽ ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ വെച്ചിട്ട് എന്തെങ്കിലും ഉണ്ടാക്കുകയോ ഇല്ലെങ്കിൽ അതിൽ നിന്ന് വേറൊരു സാധനം ഉണ്ടാക്കിയെടുക്കുകയോ അങ്ങനെ മനുഷ്യന് പ്രയോജനമുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യുക എന്നുള്ളതാണ്. എന്നാൽ ഞാൻ എൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. എനിക്ക് ഈ ഒരു കാര്യം ചെയ്യുന്നതിൻ്റെ ഒരു കുപ്പ അബ്ബാസ് കുനിക്കൊരു കുപ്പ എടുക്കത്തില്ല. അബ്ബാസിനെ ഒരു രക്ഷയില്ല, ഒരു പണിയും സ്വന്തമായിട്ട് ചെയ്യൂല, എല്ലാ ആൾക്കാരെ ഏൽപ്പിച്ചിട്ടേ ചെയ്യത്തുള്ളൂ. ഐ മീൻ ആൾക്കാർക്ക് പൈസ കൊടുത്ത് ചെയ്യിപ്പിക്കും. എനിക്കെല്ലാത്തിനും തിയറിയാ ഇഷ്ടം. എനിക്കാണെങ്കിൽ ഞാൻ പറ്റുമായിരുന്നെങ്കിൽ ഞാൻ എല്ലാ പണിയും ഞാൻ സ്വന്തം ചെയ്ത്.
ഓക്കെ, അതാണ്, അത്രേ ഉള്ളൂ. ദാറ്റ്സ് അതേ ഉള്ളൂ. നമുക്കല്ലാണ്ട് വേറെ ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാനായിട്ട് വേറെ ഒന്നുമില്ല. ബട്ട് നമ്മളിതൊന്നും ഡിസ്കസ് ചെയ്തിട്ടില്ല മുമ്പ്. ലൈക്ക് യു ഡിഡിൻ വാണ്ടഡ് ടു ഗോ സോ ടെക്നിക്കൽ ആൻഡ് സോ തിയറിറ്റിക്കൽ എന്നുള്ളത് നമ്മൾ എനിക്കൊന്ന് ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതെ 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 അതെ. ഞാനിപ്പോൾ അല്ല ആക്ച്വലി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ ചെയ്തു നോക്കിയാലേ അറിയാവൂ നമുക്കത് ഇഷ്ടപ്പെടില്ല എന്നുള്ളത്. ഞാൻ എപ്പോഴും എല്ലാത്തിനും ഒരു ഫെയർ ചാൻസ് കൊടുക്കും ജീവിതത്തിൽ. അതായത് ഞാൻ ചിലത് ചെയ്ത് നോക്കും, എന്നിട്ട് എനിക്കിപ്പം 100% എനിക്ക് പറയാമല്ലോ, എനിക്ക് എൻ്റെ മനസാക്ഷിയോട് പറയാമല്ലോ എനിക്ക് ഈ കോപ്പ് എനിക്ക് ഇഷ്ടമല്ല എന്നുള്ളത്. മറ്റത് ഞാൻ എൻ്റെ ആർക്കറിയാം, എൻ്റെ ഹോൾ ഏജിൽ എനിക്ക് ചിന്തിക്കാൻ, ഞാൻ തിരിച്ച് നോക്കുമ്പോൾ എനിക്ക് ചിന്തിക്കാൻ പാടില്ലല്ലോ ഞാൻ അത് ചെയ്ത് നോക്കിയിരുന്നെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടേനെയോ എന്നൊരു ചോദ്യം എനിക്ക് വരാൻ പാടില്ല. അതാണ് എൻ്റെ മെയിൻ പോയിന്റ്. അത്രേ ഉള്ളൂ. ഇതിന് പക്ഷെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, അതായത് അബ്ബാസ് ചാനലിൻ്റെ സക്സസ്സിൽ തൽപരനാണോ? ഓക്കെ, തീർന്നിട്ടില്ല. ഉണ്ടെങ്കിൽ അബ്ബാസിനെ സംബന്ധിച്ചിടത്തോളം എന്തായിരിക്കും ചാനലിൻ്റെ സക്സസ്? എവിടെ എത്തിയാൽ ചാനൽ സക്സസ്ഫുൾ ആണെന്ന് അബ്ബാസ് പറയും? ചാനലിനെ കൊണ്ട് എന്ത് കിട്ടിയാൽ, അല്ലെങ്കിൽ ചാനലിൽ നിന്ന് എന്ത് കിട്ടിയാൽ അബ്ബാസ് ഈ ചാനൽ സക്സസ്ഫുൾ ആണെന്ന് പറയും ഒരു വർഷത്തിനകത്ത്? അല്ലെങ്കിൽ എപ്പോഴെങ്കിലും സക്സസ്ഫുൾ ആവും എന്ന് എന്ത് കാണുമ്പോൾ പറയും നമ്മുടെ ചാനൽ സക്സസ്ഫുൾ ആയി എന്ന്? എന്തെങ്കിലും ഒരു മൈൽ സ്റ്റോൺ റീച്ച് ചെയ്യുമ്പോൾ പറയുമോ? അല്ലെങ്കിൽ ഇത്ര ആൾക്കാരെ റീച്ച് ചെയ്യുമ്പോൾ പറയുമോ? അല്ലെങ്കിൽ ആ ചാനലിലൂടെ എന്തെങ്കിലും സംഭവിച്ചാൽ വാട്ട് ഡസ് സക്സസ് ലുക്ക് ലൈക്ക് ഫോർ യു? ഓക്കെ, എനിക്ക് ഒരു മാസത്തെ ചിലവ്, അതായത് ഇയാൾ എന്തൊക്കെ പെട്രോള്, വീട്ടിൽ മീൻ മേടിക്കുന്നു, വീട്ടിൽ സാധനങ്ങളൊക്കെ മേടിക്കുന്നു. മീനിപ്പോൾ ഏതാ മേടിക്കുന്നത്? മീൻ എല്ലാ ദിവസവും 3 മീനിപ്പോൾ ഉള്ളു, ചൂര, നെത്തോലി, അങ്ങനെ. അതൊന്ന് കുറയ്ക്കേണ്ടി വരും, എന്നാലും കുഴപ്പമില്ല. എൻ്റെ വീട്ടിലെ ഒരു മാസത്തെ ചിലവ് എനിക്ക് നടന്നു പോകണം. അതിനുള്ള പൈസ എനിക്ക് ഒരു മാസം കിട്ടണം. അതായത് ജോലിക്ക് പോവാതെ, ലൈക്ക് ഐ ഡോണ്ട് നീഡ് എനി സേവിങ്സ്, അങ്ങനെ ഒരു കാര്യങ്ങൾക്ക് വേണ്ട. പക്ഷെ വീട്ടിലെ ചിലവുകൾ നടക്കാൻ ഉതകുന്ന രീതിയിലുള്ള ഒരു വരുമാനം എനിക്ക് ഓരോ മാസവും യൂട്യൂബിൽ നിന്ന് കിട്ടുവാണെങ്കിൽ അതിനെ സക്സസ് എന്ന് വിളിക്കും. യെസ്. ശരി, എന്നാൽ ആ സക്സസ് ഒരിക്കലും വരൂലെന്ന് നമ്മൾ തീരുമാനിക്കുകയാണ്. അല്ലെങ്കിൽ ഞാനിപ്പം പ്രൊഫസ് ചെയ്യണം, അത് വരാൻ പോകണില്ല. ഓക്കെ, അത് വരാൻ പോകണില്ല എന്ന് ഞാനൊരു എന്താ പറയുക, ജ്യോതിഷിയല്ല, എനിക്ക് ഫ്യൂച്ചർ അറിയാവുന്ന ഒരു മനുഷ്യനാന്ന് വെച്ചാൽ ഞാൻ അബ്ബാസിൻ്റെ അടുത്ത് പറയാം, ഇത് നടക്കാൻ പോകുന്നില്ല, വീഡിയോ ചെയ്യാൻ താല്പര്യമുണ്ടോ? വീഡിയോ ചെയ്യും. കാരണം എനിക്ക് അതിൽ സക്സസ്ഫുൾ ആവണ്ടല്ലോ. അപ്പോൾ കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ല, വീഡിയോ ഞാൻ തെറാപ്പിട്ടിക്കായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ആ തെറാപ്പി എന്നുള്ള രീതിയിൽ ഞാൻ ചെയ്യും വീഡിയോ. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ആ ഒരു എഡിറ്റിംഗ് പാർട്ടും ആ ഓരോ സാധനങ്ങൾ ചെയ്യുന്നതും. പിന്നെ ബേസിക്കലി പഠിക്കുന്നത് എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഈ ഫൈനൽ കട്ട് പ്രോ എന്ന് പറയുന്ന സാധനം, നമ്മൾ ഫൈനൽ കട്ട് പ്രോയിലാണ് വീഡിയോസ് എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫൈനൽ കട്ട് പ്രോ എന്ന് പറഞ്ഞ സാധനത്തിനകത്ത് ഓരോ വീഡിയോയ്ക്കകത്തും ഞാൻ എന്തെങ്കിലും പുതിയത് പഠിച്ചിരിക്കും. ആൻഡ് ഐ എം ഷുവർ ദാറ്റ് ഓൺ മൈ 1000th വീഡിയോ ഐ വുഡ് സ്റ്റിൽ ബി ലേണിംഗ്. അതെനിക്ക് ഇഷ്ടമാണ്, ആ പ്രോസസ് എനിക്ക് ഇഷ്ടമാണ്. സോ ഐ വുഡ് ഡു വീഡിയോസ്. പക്ഷെ ഇങ്ങനെ ഒരു പ്രോസസ് ഉണ്ടെങ്കിൽ ഐ വുഡ് ലൂസ് മൈ മോട്ടിവേഷൻ ഓവർ ടൈം എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഒരു മോഡലിലോട്ട് സ്റ്റിക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്, വലിയ ചിലവില്ലാതെ. മറ്റത് കാറ് എടുത്ത് ഓടിച്ച് പെട്രോളെന്ന് വെച്ചാൽ എത്ര കിലോമീറ്റർ ഓടിക്കുന്നത് നമ്മൾ? 1000-1500 രൂപയുടെ അല്ല, നമുക്കൊരു വീഡിയോ എടുക്കാൻ ചിലവ് 2000 രൂപ. 2000 രൂപ എന്തുവാ നമ്മുടെ ഇത് ചിലവ് കൂട്ടാതെ. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മുടെ ഈ പ്രശ്നം വരും. അതായത് ഫൈനാൻഷ്യലായിട്ടുള്ള കൺസ്ട്രെയിൻറ്റ് ഭയങ്കര കൺസ്ട്രെയിൻ്റ് ആണത്. അപ്പോൾ ആക്ച്വലി ഇതൊരു സൈഡ് ജോബായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബാക്കി കാര്യങ്ങൾ അല്ലാണ്ട് നടന്നു പോകും. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മീൻ മേടിക്കണമെങ്കിൽ വീഡിയോ എടുക്കാതിരുന്നാൽ മതി, ആ പൈസ കൊണ്ട് മീൻ മേടിക്കാമല്ലേ. അപ്പം അതാണ് പ്രശ്നം. അപ്പം പിന്നെ ഈ വീഡിയോ, പിന്നെ ഈ മീനും മേടിക്കണം, ഇത് റിട്ടേണും തരണം, പിന്നെ മീൻ മേടിക്കാനുള്ള പൈസ ഉണ്ടാക്കണം ഈ വീഡിയോ കൊണ്ട്. അതാണ് പ്രശ്നം. ആരെങ്കിലും ഒരു 10,000-4000 പേര് നമ്മളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഇല്ല, അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യൂല ആരും. സബ്സ്ക്രൈബ് ചെയ്യണ്ടല്ലോ, സബ്സ്ക്രൈബ് ചെയ്യണ്ട എന്ന് വെച്ചാൽ അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും, അത്രേ ഉള്ളൂ. അല്ല നമുക്ക് ഇപ്പം ഈ മറ്റേ ഈ ചില എൻ്റെ അടുത്ത് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞ ഒരു വരികയാണ്. അവൻ ബ്രേക്കപ്പിലൂടെ പോകുമായിരുന്നു.
അപ്പോഴത്തേക്ക് അവനിങ്ങനെ ബ്രേക്ക്. പക്ഷേ എനിക്കത് ഭയങ്കര ക്യാച്ച് ആയിട്ട് തോന്നി. ഞാനത് മുമ്പ് കേട്ടിട്ടുണ്ടെങ്കിലും ആ ഒരു സെറ്റിങ്ങിൽ അപ്പോൾ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് ആ ഒരു വരി. ഗോപീഷ്ണ, നമുക്ക് സ്നേഹം പിടിച്ചു വാങ്ങിക്കാൻ പറ്റില്ല. എനിക്ക് ചിരിക്കണോ കരയണോ എന്ന് അറിഞ്ഞൂടാ, കാരണം അവൻ ഭയങ്കര സങ്കടത്തിലാണ് പറയുന്നത്. എങ്കിലും എനിക്കത് ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നി ആ ഒരു വരി. ആൻഡ് അതിൻ്റെ ഡെപ്ത് ആ വരിയുടെ. ഗോപീഷ്ണ, സബ്സ്ക്രൈബേഴ്സിനെ പിടിച്ചു വാങ്ങാൻ പറ്റൂല. അതാണ്. ഗോപി എനിക്ക് മൂത്താണ് കേട്ടോ, പക്ഷേ ലൈക്ക് ഒൺലി ഇൻ ഏജ്. എന്ത് വയസ്സിന് മൂത്താണെന്നേ ഉള്ളൂ ഗോപിയെ. പിന്നെ എങ്ങനെ മൂക്കണം? അല്ല, ആരോഗ്യം വെച്ച് നോക്കുമ്പോൾ ഞാനാ മൂത്തത്. ആരോഗ്യം എന്ത് തരം ആരോഗ്യം? അതായത് വയസ്സ് വെച്ച് നോക്കുമ്പോഴേ എനിക്കൊരു 40 വയസ്സുകാരൻ്റെ ആരോഗ്യമാണ്. ഓ അങ്ങനെ. അതെ അബ്ബാസ് എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നു അബ്ബാസ് അധികം ഫിസിക്കൽ ആക്ടിവിറ്റിയിൽ എൻഗേജ് ചെയ്യാത്തതുകൊണ്ടാണ്. നാളെ തൊട്ട് ഞാൻ ഓടാൻ പോകും. 1-ാം തീയതി ഓടാൻ പോകണം ആക്ച്വലി. ഗോപി, ഈ പണ്ടേ നമ്മൾ ഈ തൊട്ട് കളിക്കൂലേ സ്കൂളിൽ, അതുപോലെ എല്ലാം കളിക്കാൻ വല്ല സെറ്റപ്പ് ഉണ്ടോ? തൊട്ട് കളിക്കാനോ? അതായത് തുടർന്നയാൾ കള്ളൻ, അടുത്ത മറ്റേ ചേസ് ചെയ്യണം. അതിൻ്റെ ഇടയിൽ കൂടെ ഒരു ബോൾ കൂടെ കിടന്നാൽ കുഴപ്പമുണ്ട്. എനിക്ക് ഫുട്ബോൾ കളിക്കാൻ അറിഞ്ഞൂടാ, അതല്ലേ വിഷയം. അങ്ങനെയാണെങ്കിൽ ഷട്ടിൽ കളിക്കുമ്പം തൊടാൻ പറ്റൂല. തൊടാൻ പറ്റുന്നല്ലേ, ഒരു കൈ ഇതല്ലേ ഉള്ളൂ. അല്ല, ഷട്ടിൽ കളിക്കുമ്പോഴും ഓടാനും പറ്റുന്നില്ല. ഓടാൻ എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ ഓടുമ്പോൾ ലൈക്ക് അഡൾട്ട് ഡൂയിങ് ദിസ് തൊട്ട് കളി, അത് അവന് ഓഡിയൻസിനെ കിട്ടത്തില്ല, അവന് ഫ്രണ്ട്സിനെ കിട്ടത്തില്ല തൊട്ട് കളിക്കാനായിട്ട്. പക്ഷെ അതൊരു കളിയാണ്, ലൈക്ക് ആസ് എ കളി, മാസ് കളിയാണ് അല്ലേ? ഭയങ്കര കളിയാണ്. പക്ഷെ എവിടെ കളിക്കും? ആരുണ്ട് നമ്മുടെ കളിക്കാൻ? അതിനോട് അടുത്ത് നിൽക്കുന്ന കളികളിലൊന്നാണ് ഫുട്ബോൾ. ഫുട്ബോൾ കളിക്കാൻ അറിയാൻ പാടില്ല, എനിക്ക് ബോൾ കൺട്രോൾ ഇല്ല. ബോൾ കൺട്രോളൊന്നും വേണ്ടെന്ന്. ആദ്യം നമ്മളോട് വാ. എനിക്ക് മറ്റേ ഇതുണ്ട്, സഭാകമ്പം ഉണ്ട്. സഭാകമ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരുടെ മുമ്പിൽ കാലിൽ ബോൾ നിൽക്കത്തില്ല, അതാണോ? അല്ല, ആൾക്കാർ മുമ്പ് വരുമ്പോഴത്തേക്കും ഒരു ആൾക്കാർ നോക്കി നിൽക്കില്ല, ഞാൻ എന്ത് കാണിക്കുന്നത്. ഓ അങ്ങനെ ഉണ്ടല്ലേ. തൊട്ട് കളിക്കാൻ പറ്റിയ വല്ല സെറ്റപ്പ് നീന്താൻ ഇഷ്ടമാണ്. പക്ഷേ ഇവിടുത്തെ കുളത്തിൽ ഇറങ്ങി അപ്പം മറ്റു സാധനം വരും, അമീബിക് മസ്തിഷ്ക ജ്വരം. അതെ. ഇതിപ്പോൾ നമുക്ക് നോക്കാം, എന്തായാലും നമുക്ക് സെറ്റാക്കാം. ഓക്കെ, അടുത്ത ദിവസം ലൈറ്റ് വന്നതിനും അടുത്ത ദിവസം 6:06 6:15 വരെ നമുക്ക് ലൈറ്റ് കിട്ടുമെന്ന്. ഈ സാധനം ഇപ്പോൾ ഓഫ് ആവുമല്ലോ? ഇല്ല. ഓ, അത് ഓഫ് ആവുന്നില്ല. 2 ബാറ്ററി കട്ട പോലും തീർന്നിട്ടില്ലല്ലോ ബാറ്ററിയുടെ. അതാ പറഞ്ഞേ, നമ്മളൊന്നും ചെയ്യുന്നില്ലെങ്കിൽ നിൽക്കും. നമ്മൾ എന്ത് ചെയ്തപ്പോഴാണ് ഇന്നലെ പോയത്? ഞാൻ കുറേ ഉപയോഗിച്ചിട്ടാണ് കൊണ്ടുവന്നത് ക്യാമറ. നമ്മൾ ഇമ്പ്രൂവ് ചെയ്യേണ്ട എന്തെങ്കിലും സ്കിൽസ് എന്തൊക്കെയാണ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യേണ്ട? വൈ ഡോണ്ട് വി ബോത്ത് ആൻസർ? ഞാൻ പറയാം. എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ, എനിക്ക് കുറേ കൂടെ സ്ട്രക്ചേർഡായിട്ട് ചിന്തിക്കാനും ക്യാമറ നോക്കി ആ സ്ട്രക്ചർ തെറ്റിപ്പോവാതെ പറയാനുമുള്ള ഒരു സ്കിൽ എനിക്ക് ഡെവലപ്പ് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. കാരണം എനിക്ക് പലപ്പോഴും പറ്റുന്നത് വെച്ചാൽ, ഞാൻ 10 കാര്യങ്ങൾ ഒരുമിച്ച് പറയാൻ നോക്കും. അതായത് നമ്മൾ പലരും ചിന്തിക്കുമ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണ് ചിന്തിക്കുന്നത്. എങ്കിലും എനിക്ക് എഴുത്തില്ല പ്രശ്നം വരാറില്ല. ഞാൻ എഴുതുമ്പം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം തന്നെ ഞാൻ കൺവേ ചെയ്യാൻ എനിക്ക് പറ്റും. കാരണം എഴുത്ത് സ്ലോ ആണ്. നമുക്ക് റീവർക്ക് ചെയ്യാം എഴുത്തിൽ. പക്ഷേ സംസാരം അതുപോലല്ല. സംസാരം നമുക്ക് അപ്പോൾ നമ്മൾ സംസാരിക്കണമല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് എൻ്റെ മറ്റേ ഓവർലോഡ് പോകും. ഓവർലോഡായിട്ട് ഈ 10 തോട്ടുകൾ തമ്മിൽ കമ്പീറ്റ് ചെയ്തിട്ട് ഒരു തോട്ടിൻ്റെ ഒരു സൈഡ്, രണ്ടാമത്തെ തോട്ടിൻ്റെ രണ്ടാമത്തെ സൈഡ്, അങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാൻ ഈ പറയുന്ന ആൾക്ക് ഈ കാര്യം ഒന്നും മനസ്സിലാവാത്ത രീതിയിൽ ആയിക്കോളും. അപ്പോൾ അതെനിക്കൊന്ന് ബിൽഡ് ചെയ്ത് അതിലെനിക്ക് വർക്ക് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. അത് മാത്രമല്ല, ഈ ഗോപിയുടെ സാധനം തന്നെ ക്യാമറയെ നോക്കി അത് നാച്ചുറലേ അല്ല. എനിക്കിപ്പോൾ എത്രയോ കാലത്തിന് ശേഷം ആദ്യമായിട്ട് എനിക്ക് ക്യാമറ ഒരു തേർഡ് പേഴ്സൺ ആയിട്ടേ തോന്നുള്ളൂ. ആംഗിൾ മാത്രമല്ല, കണ്ണുണ്ടല്ലോ, അതൊരു കണ്ണല്ലേ. ലൈക്ക് നമ്മൾ കാറിലിരിക്കുമ്പോൾ നമ്മൾ ബാക്കി കാര്യങ്ങളിൽ അവെയറാണ്. പക്ഷെ ഇപ്പം എനിക്ക് ശരിക്കും ഇതൊരാൾ പോലെയൊക്കെ തോന്നുന്നത്. ഒരാളുടെ കണ്ണിങ്ങനെ നോക്കുന്ന പോലെയൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ നമ്മളെ കാണാം, ലൈവായിട്ട് കാണാം. എനിക്ക് മെയിനായിട്ട് തോന്നിയത് നമ്മുടെ ലെവലിലാണ് ഈ ക്യാമറ. നമ്മുടെ ലെവൽ ഓൾമോസ്റ്റ് അറ്റ് അവർ ലെവൽ. അപ്പം നമുക്ക് മറ്റിടത്തും അത് തന്നെ ആയിരുന്നു. എന്നാലും ഒരു കാറിനകത്തിരിക്കുമ്പോൾ അവിടെ ഒരാളിനെ നമ്മൾ പ്രതീക്ഷിക്കത്തുമില്ല. ഇത് നമുക്ക് ഒരാളിവിടെ, ഒരാളവിടെ, അടുത്തൊരാൾ അവിടെയൊക്കെ തന്നെ സാധാരണ കാണുള്ളൂ. നമുക്ക് വളരെ നാച്ചുറലാണ് ഇങ്ങനെ ഒരു സംസാരം. അതുകൊണ്ടാണ് പറ്റുന്നത്. അതുകൊണ്ടും അങ്ങനെ പറ്റുന്നൊന്നുമില്ല. പക്ഷേ മുമ്പ് ചെയ്യുന്നതിനേക്കാളും ബെറ്ററായിട്ട് പറ്റുന്നുണ്ട്. എനിക്കും അത് തന്നെയായിരിക്കും ഗോപി, ഈ ക്യാമറ നോക്കിയുള്ള സംസാരവും ഈ ഓർഗനൈസ്ഡ് തോട്ട് ഇല്ലാത്തതും. പക്ഷേ എനിക്ക് ഞാൻ പതുക്കെ സംസാരിക്കുമ്പോൾ എനിക്ക് കുറച്ചും കൂടെ ഓർഗനൈസ്ഡ് ആണ്. അത് ഞാൻ നമ്മൾ വീഡിയോ തുടങ്ങിയ സമയത്ത് എനിക്ക് വല്ലാണ്ട് സംസാരിക്കുന്നതിനിടയ്ക്ക് എന്ന് പറയുന്നത് ഗ്യാപ്പ് ഫിൽ ചെയ്യാനായിട്ടുള്ള കുറേ സംഭവമാണ് നമ്മൾ അന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ ഞാൻ അതെങ്ങനെ ഒഴിവാക്കാം എന്നുള്ള വീഡിയോസും ഇതൊക്കെ കണ്ടു തുടങ്ങിയപ്പോഴത്തേക്കും പതുക്കെ സംസാരിക്കുക എന്നുള്ളത് കണ്ടു, സ്ലോ ആയിട്ട് സംസാരിക്കുക എന്നുള്ളത്. ഞാനത് ചെയ്തപ്പോഴത്തേക്ക് അത് ഒരുപാട് മാറി. എനിക്ക് ആ പറഞ്ഞെടുക്കുന്ന ടൈം കൊണ്ട് എൻ്റെ തോട്ട്സും ഓർഗനൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാനും അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇത്തിരി സ്ലോ ആയിട്ടാണ് സംസാരിക്കുന്നത്. ഞാനും സാധാരണ നമ്മൾ സംസാരിക്കുന്ന ആ ഒരു പേസിൽ സംസാരിച്ച് കഴിഞ്ഞാൽ എനിക്കും ഈ പ്രശ്നം വരും. പക്ഷേ സ്ലോ ആയിട്ട് സംസാരിച്ചാലും കുഴപ്പമില്ല. ആക്ച്വലി ഞാനത് എൻ്റെ ജീവിതത്തിലും എടുത്ത് പ്രയോഗിച്ചു നോക്കി. അതിലും എനിക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ എനിക്കത് ഇഫക്റ്റീവായിട്ട് തോന്നുന്നുണ്ട്. ഒരുപാടല്ല, എല്ലാ സ്ഥലങ്ങളിലും അത് ഇഫക്റ്റീവായിട്ട് തോന്നുന്നുണ്ട്. കാരണം നമ്മൾ അങ്ങനെ സംസാരിക്കുമ്പം നമുക്ക് നമ്മളെ മനസ്സിലാക്കാൻ കുറച്ചും കൂടെ സമയം കിട്ടും. നമ്മളെന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള മനസ്സിലാക്കാനുള്ള സമയം നമുക്ക് അവിടെ കിട്ടുകയാണ്. എനിക്കതാ തോന്നി. ലൈറ്റ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഇനി 2 ദിവസം കൂടെ ഉള്ളൂ. നമ്മുടെ ഗിയർ നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ തമ്മിലുള്ള ഡിഫറൻസ് ഓഫ് ഒപ്പീനിയനുകൾ നമ്മൾ എങ്ങനെയാണ് പരിഹരിക്കുന്നത്? നമ്മൾ പരിഹരിക്കാറില്ല. ഇല്ലേ, നമ്മളെപ്പോഴാണ് പരിഹരിക്കുന്നത്? ലൈക്ക് നമുക്ക് ഡിഫറൻസസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ട്, പക്ഷേ വി യൂഷ്വലി നമ്മൾ അത് പരിഹാരം റെസൊല്യൂഷൻ നമ്മൾ രണ്ടുപേരും ഓപ്പൺ മൈൻഡഡ് ആണ്. നമ്മളിൽ ഒരാൾ പറയുന്നത് ബെറ്റർ ആണ് എന്ന് നമുക്ക് തോന്നിയാൽ നമ്മൾ അതിനെ മുഖവിലയ്ക്ക് എടുക്കും. അതാണ് യൂഷ്വലി ചെയ്യാമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ലൈക്ക് എനിക്ക് ഞാൻ പറയുന്ന ചില കാര്യങ്ങൾ ഓക്കെ ആണെന്ന് ഗോപി തോന്നിയാൽ ഗോപി അത് അഗ്രി ചെയ്ത് നമ്മൾ അങ്ങനെ മൂവ് ഓൺ ചെയ്യാറുണ്ട്. ഗോപി പറയുന്നതും അങ്ങനെ തന്നെ ഞാനും ചെയ്യാറുണ്ട്. അല്ലാണ്ട് ലൈക്ക് ഐ ഡോണ്ട്, നമ്മൾ ലൈക്ക് ഈവൻ വെൻ വി ഫൈറ്റ് സിവിലൈസ്ഡ്. ബേസിക്കലി നമ്മൾ തമ്മിൽ ഇപ്പം ഒരു പോയിന്റിൽ എഗ്രി ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ളൊരു നല്ല കാര്യമായിട്ട് തോന്നിയിട്ടുള്ളത് നമ്മൾ ടെസ്റ്റ് ചെയ്യും നമ്മുടെ പോയിന്റ്. അപ്പോൾ നമ്മൾ നമ്മൾ അന്ന് പറഞ്ഞ പോലെ തന്നെ ലോങ് ഫോർമാറ്റിൻ്റെ പ്രശ്നമല്ല ഇത്. അതായത് നമ്മളൊരു വീഡിയോ നമ്മൾ ആദ്യം ഇട്ടപ്പോഴത്തേക്കും നമുക്ക് വളരെ കുറച്ച് ലൈക്കല്ലേ കിട്ടിയുള്ളൂ, അപ്പോൾ വളരെ കുറച്ച് വ്യൂസ് കിട്ടിയുള്ളൂ. അപ്പോൾ നമ്മൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ലോങ് ഫോർമാറ്റിൻ്റെ പ്രശ്നമാണ്. അപ്പം നമ്മൾ വിചാരിച്ചു അതേ വീഡിയോ തന്നെ കട്ട് ചെയ്ത് ചെറിയ പീസാക്കി ഇടാം. അപ്പോൾ അതിന് കിട്ടുകയാണെങ്കിൽ നമുക്ക് ബാക്കി എല്ലാ കാര്യങ്ങളും ഒരുപോലെ നിൽക്കുന്നതുകൊണ്ട് അതായത് ഈ പറയുന്ന വീഡിയോയുടെ ഡ്യൂറേഷൻ കൊണ്ടുണ്ടാവുന്ന വ്യൂസ് ഇല്ലായ്മയുടെ ഇഫക്റ്റ് നമുക്ക് അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള സാധനങ്ങൾ പരീക്ഷിക്കാനും അത് നമ്മുടെ ചാനലിൽ ഉപയോഗിക്കുകയും നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം മനസ്സിലായി, അതെ, എങ്ങനെ ഇട്ടാലും വ്യൂ കിട്ടുന്നില്ല, അത് വേറെ കേസ്. അപ്പോൾ അത് നമുക്ക് പറഞ്ഞ കാര്യം അതാണ്, നമ്മൾ ടെസ്റ്റ് ചെയ്യും, അത് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ പക്ഷേ എനിക്കൊന്നും ഇതൊക്കെ വർക്ക് ചെയ്യുന്നതിൻ്റെ പ്രധാന കാരണം നമ്മൾ രണ്ടുപേരും ഓപ്പൺ മൈൻഡഡ് ആണ്. അത് തന്നെയാണ്. അല്ലെങ്കിൽ നമ്മൾക്കൊരു ഐഡിയോളജിയിൽ നമ്മൾ ഫിക്സ്ഡ് ആയിരുന്നെങ്കിൽ നമുക്ക് ഒരിക്കലും ഒരു സംഭവം നമുക്ക് ട്രൈ ഔട്ട് ചെയ്ത് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. രണ്ട് പേർക്ക് തമ്മിൽ ഇപ്പം ഞാൻ ഒറ്റയ്ക്കാണ് ഒരു ജോലി ചെയ്യാൻ പോകുന്നതെങ്കിൽ എനിക്ക് എന്തും ബിലീവ് ചെയ്യാം, എനിക്ക് എന്തിനു വേണ്ടിയും വർക്ക് ചെയ്യാം. പക്ഷെ നമ്മൾ രണ്ടുപേരും ഇതിനകത്ത് ഇൻവോൾവ് ആയതുകൊണ്ട് നമ്മൾ രണ്ടുപേർക്കും സ്വീകാര്യമായിട്ടുള്ള ഒരു റാഷണേലെ മുമ്പോട്ട് വയ്ക്കാൻ പറ്റും. ആൻഡ് താങ്ക്ഫുള്ളി നമ്മൾ രണ്ടുപേരും സയൻസിൽ ബിലീവ് ചെയ്യുന്നവരാണ്, ലോജിക്കിൽ ബിലീവ് ചെയ്യുന്നവരാണ്. അതുകൊണ്ട് ഇറ്റ് ഇസ് സംഹൗ ഈസിയർ ഫോർ us to navigate through this. അതാണ് കാരണം നമ്മൾ ലൈക്ക് വി വെയ് ദ പ്രോസ് ആൻഡ് കോൺസ്, അത്രേ ഉള്ളൂ. അതിപ്പോൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞു ഒരു ക്വാണ്ടിഫയബിൾ മെഷറബിൾ ആണ്, നമുക്ക് കിട്ടിക്കഴിഞ്ഞു, പിന്നെ നമുക്ക് വേറെ നോക്കേണ്ട കാര്യമില്ല. അതെ. അപ്പം മൈ ഫൈനൽ ക്വസ്റ്റ്യൻ, ലൈറ്റ് നല്ലോണം പോയിക്കൊണ്ടിരിക്കുന്നു. പ്രോബ്ലി ഇനി അടുത്ത 3-4 മിനിറ്റ്, അപ്പോൾ അതിനുള്ളിൽ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ എൻ്റെ ഫൈനൽ ക്വസ്റ്റ്യൻ ടു അബ്ബാസ് വുഡ് ബി, വാട്ട് കൈൻഡ് ഓഫ് വീഡിയോസ് ആർ വി ഗോയിങ് ടു ഡു? ഇനി നമ്മൾ എന്ത് തരം വീഡിയോ ആയിരിക്കും ഇനി ചെയ്യുന്നത്? എന്ത് വീഡിയോ ചെയ്യണമെന്നാണ് ആഗ്രഹം? നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? നമ്മൾ എന്ത് പണ്ടാരാടോ ചെയ്യാൻ പോണേ? നമുക്കൊരു ടോപ്പിക് വെച്ച് ഇനി വീഡിയോ ചെയ്യാൻ പറ്റുമോ? ടോപ്പിക് വെച്ച് ചെയ്യാതിരിക്കണല്ലേ നല്ലത്. അതെ അതെ, ഇതുപോലത്തെ ഒരു സെറ്റിംഗ് ലൈക്ക് ഓപ്പൺ സ്പേസ് അത് വളരെ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതോ നമ്മൾ ഇനി നേച്ചർ പോഡ്കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ തുടങ്ങും? നമുക്കൊണ്ടൊന്നും പറ്റൂല, കാരണം കാറി ഒരു പോഡ്കാസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് കാറും എടുത്തോണ്ട് എവിടെയൊക്കെയോ പോയി. അതെ അതെ, ലിറ്ററലി നമ്മുടെ ചാനലിന്റെ പേര് പോലും ദ ലോഗോ സ്മോൾ തിങ്സ് ആയിരുന്നു. അതിന് കാറുമായിട്ട് ഒരു ബന്ധമില്ലായിരുന്നു. ലിറ്ററലി ഒരു കാർ എടുത്തിട്ട് ഒരു എപ്പിസോഡ് സീസണിന്റെ പുറത്ത് എന്തൊക്കെയാണ് നമ്മൾ ചെയ്ത് കൂട്ടിയത്. അയ്യോ ബ്ലഡി ഫുൾ. അതാ ഞാൻ പറഞ്ഞത്. അപ്പം ഇനി നേച്ചർ എന്നും പറഞ്ഞുകൊണ്ട് ഇനി നമുക്ക് വാട്ടർഫോളിൽ അവിടെ പോയി ഇനി കുളു, മണാലി, വിദേശ രാജ്യങ്ങൾ, അവർ ടോപ്പിക് വിൽ കം ടു us. അതെ, ദാറ്റ്സ് വാട്ട് ഐ ഫീൽ. ഓക്കെ,
കാരണം ശരിക്കും എന്താണ് നമ്മൾ എവിടെയെങ്കിലും പോയി ഇന്ന് വർത്താനം പറയുമ്പോൾ അവിടെ ഒരു ക്യാമറ ഉണ്ടായിരുന്നെങ്കിൽ നമുക്കത് ഒരു വീഡിയോ എടുക്കാം. കാരണം ഒരുപാട് തോന്നിയിട്ടുണ്ട്. എവിടെയെങ്കിലും പോയിട്ട് ചുമ്മാ ചായ കുടിക്കാൻ പോകുമ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഇറ്റ് വാസ് റിയലി ഫൺ ദാൻ അവർ വീഡിയോസ്. അപ്പം ഐ എം നോട്ട് like I have stopped hunting for topics and I've stopped trying to make a video. Yeah, okay. Like നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ will come to us and and ഞാൻ പറഞ്ഞില്ലേ ടെക്നിക്കൽ ഫിലോസഫി would be a general direction എന്നെനിക്ക് തോന്നുന്നു. കാരണം ജനറൽ ഡയറക്ഷൻ നല്ലൊരു ഡയറക്ഷനാണ്. ജനറൽ ഡയറക്ഷൻ, ദാറ്റ്സ് ഓൾ. ടെക്നിക്കൽ ഫിലോസഫി. ഓക്കെ. ആൻഡ് ഈവൻ എൻ്റെ പുതിയ ചാനലിനകത്തും അത് തന്നെയാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ദാറ്റ്സ് വാട്ട് ഐ വോണ്ട് ടു ഡു എന്നുള്ളത് എനിക്ക് 3 വീഡിയോ തന്നെ എപ്പോഴാണ് മനസ്സിലായത്. എനിക്ക് ആ 3 വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടു. ലൈക്ക് ഐ എം ടോക്കിംഗ് അബൌട്ട് കാർസ് ബട്ട് ഐ എം സ്റ്റിൽ ടോക്കിംഗ് അബൌട്ട് ഫിലോസഫി, കുറച്ച് കാര്യങ്ങളൊക്കെ. ആൻഡ് ദാറ്റ്സ് വാട്ട് ഐ ലൈക്ക്. ദാറ്റ്സ് വാട്ട് ഐ ലൈക്ക് ടു മേക്ക്. ദാറ്റ്സ് വാട്ട് ഐ ലൈക്ക് ടു ടോക്ക്. ഓക്കെ. വാട്ട് അബൌട്ട് യു? ഞാൻ അബ്ബാസിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇഫ് ഐ ക്യാൻ മേക്ക് വൺ പേഴ്സൺസ് ലൈഫ് ബെറ്റർ ത്രൂ സംതിങ് ഐ സേ ഓർ ഡു, ദാറ്റ് ഈസ് ഇനഫ് ഫോർ മീ. ഓക്കെ. സോ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ. അതെ. അതായത് മേ ബി ഐ ഡോണ്ട് നോ ഇൻ ദ കോഴ്സ് ഓഫ് അവർ വീഡിയോസ് if I have said something that helped a person sleep or diagnose a fault better, that's enough. Or maybe a budding YouTuber, like budding YouTuber ne avan kalangittu povan nikkuvaയിരിക്കും. appothekkum നമ്മൾ ഇത് പറയുമ്പോഴത്തേക്കും അവൻ and നിങ്ങൾക്ക് don't make videos for your audience, make videos for you. അത് മാത്രമേ നിങ്ങൾക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റൂ. നിങ്ങൾക്ക് ഒരിക്കലും when you are playing the YouTube game, you can't be in this forever if you are making videos for others. You can you can't be there forever. You can do that for a small duration. So after that, after a point നിങ്ങൾ മരിച്ചു. പിന്നെ മരിച്ചു കഴിഞ്ഞാൽ വീഡിയോ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് and I think these should be the point of the log of small things. That's what we would do. We would talk about stuff that we like. എനിക്ക് technical philosophy and you would like to inspire പ്രാക്ടോ-ടെക്നിക്കൽ philosophy അങ്ങനെയല്ല. പ്രാക്ടിക്കലായ കാര്യങ്ങൾ അതിന് എനിക്ക് വേണ്ടി എനിക്കൊരു സെപ്പറേറ്റ് ചാനൽ ഉണ്ട്. അപ്പം ഞാൻ അതിനെ വളർത്തും. കാരണം അതിലെനിക്ക് നോ ഹോൾസ് ബാർഡായിട്ട് ചെയ്യണം പ്രാക്ടിക്കൽ കാര്യങ്ങൾ. ശരിക്കും നമ്മൾ പക്ഷെ ആ ചാനലിന് എഡിറ്റർ ഇല്ലാത്തതാണ് പ്രശ്നം. അബ്ബാസിന് ഇല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. തരണ്ട വേണ്ട, ഒന്നും വേണ്ട. ഞാൻ പറഞ്ഞത് അപ്പം എനിക്ക് എൻ്റെ ചാനലിലപ്പോൾ എഡിറ്റിംഗ് ഒന്നും കാണില്ല. മറ്റേ ജമ്പ് കട്ട്, ക്യാമറയിൽ പോസ് ചെയ്തിട്ട് അടുത്ത ഷോട്ട്, അതൊക്കെ എന്നെക്കൊണ്ട് പറ്റുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എൻ്റെ ഗിയറൊക്കെ സംഭവം ഭയങ്കര ശോകമാണ്. എനിക്കാണെങ്കിൽ ഗിയർ മാത്രമേ ഉള്ളൂ. ഗിയർ അടിപൊളി ഗിയറുണ്ട് എനിക്കിപ്പം. എനിക്ക് അങ്ങനെ ഗിയറൊന്നുമില്ല. ഞാൻ പിന്നെ ചെറിയ എന്തെങ്കിലും വല്ല ഇപ്പോൾ ക്യാമറയിൽ പോസൊക്കെ ചെയ്ത് എങ്ങനെയൊക്കെ ചെയ്യാൻ കഴിച്ചു ഞാൻ ചെയ്യാം. ഗിയർ തരാം, പക്ഷേ എഡിറ്റ് ചെയ്യാൻ ഗിയർ വേണ്ട. പിന്നെന്താ എഡിറ്റ് തരണം? ഗിയർ മൈക്കും അത് മതി. അല്ല, അത് കിട്ടിയാലും അതിനെ വെച്ച് എഡിറ്റ് ചെയ്യണം. അതൊക്കെ പറ്റും. നോക്കാം. പക്ഷേ ഞാൻ പറയുന്നത് അഡോബിയിലാണ് താല്പര്യമെങ്കിൽ അഡോബി നന്നായിട്ട് ചെയ്യാം. മിനിമം ഗിയർ വേണം. നമ്മൾ ഒന്നുമില്ലാണ്ട് പറ്റൂല. അതെ, എനിക്ക് സൗണ്ടിൻ്റെ കുറേ ഗിയറുണ്ട്. എന്തിനാണെന്ന് എനിക്ക് പോലും അറിയത്തില്ല. അത് പക്ഷേ അതുകൊണ്ട് ആക്ച്വലി യൂട്യൂബിന് കാര്യമില്ല. അത് വല്ല എനിക്ക് തോന്നുന്നു മറ്റേ സ്റ്റേജ് പ്രോഗ്രാമിനൊക്കെ അത് ഉപകരിക്കുള്ളൂ. കുറേ മിക്സേഴ്സും. ഇവർ കുടുംബപരമായിട്ട് കലാകാരന്മാരാണ്. എൻ്റെ ഒരു കീബോർഡ് മേടിച്ചിട്ട് പോയിട്ട് എത്ര ദിവസം വർക്ക് ചെയ്തതിനകത്ത് കീബോർഡ് എടുത്തോണ്ട് പോയിട്ട് ഞാൻ ചെയ്തില്ല. വെരി ഗുഡ്. ഞാൻ മ്യൂസിക് പഠിക്കാൻ പോയി 2.5 ദിവസം. 22 വർഷത്തിന് ശേഷം ആദ്യം ഞാൻ കൊച്ചിലെങ്ങാണ്ട് ഇത് ഹാർമോണിയം പഠിക്കാൻ പോയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ഒരു ദിവസം ത്വര കയറിയിട്ടാണ് ഞാൻ പിയാനോ ക്ലാസ്സിന് പോയത്. പിയാനോ ക്ലാസ്സിന് പോയപ്പോൾ ഞാൻ നോക്കിയപ്പോൾ പിയാനോ അല്ല വീട്ടിൽ. അപ്പോൾ അവർ പറഞ്ഞു മറ്റേ കീബോർഡ് മേടിച്ചാൽ മതി പ്രാക്ടീസ് ചെയ്യാൻ. അങ്ങനെ നോക്കിയപ്പോൾ അബ്ബാസിൻ്റെ വീട്ടിൽ ഓർമ്മയിരിക്കുന്നത്. അപ്പോൾ അത് ഞാൻ എടുത്തുകൊണ്ട് വന്നു. എന്നിട്ട് 2-3 ഒരാഴ്ചയോളം ഞാൻ ട്രൈ ചെയ്ത് കേട്ടോ. അപ്പോൾ എനിക്ക് മനസ്സിലായി നടക്കൂല.
ക്യാമറ ചാർജ് ചെയ്യാറായി, ഓക്കെ. അപ്പോൾ ക്യാമറ ചാർജ് ചെയ്യാറായി, ലൈറ്റും പോകാറായി, ഞങ്ങളും എങ്ങോട്ടേലും പോട്ടെ. അപ്പോൾ എനിവേ വിൽ കം അപ്പ് വിത്ത് സംതിങ് ന്യൂ ആൻഡ് എക്സൈറ്റിംഗ് ടോപ്പിക്സ് we don't ഫോർ know us, what for us. അത് ഗ്യാരണ്ടി. നിങ്ങൾക്ക് എനിക്കറിയാൻ പാടില്ല. like we want you to watch. We are not being cocky, we want you to watch. But we'll be being honest to ourselves more now. Right. And as always, thank you for watching. Thank you for watching. Bye.